السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. ألا يا رسول الله أنت رجاؤنا وكنت بنا برا ولم تك جافيا. हमारे एक सजदा भी नहीं मकबूल जाएगा, नमाज़ो जो तुमको भूल जाए या റസൂലല്ലാഹ്. വളരെയേറെ ആദരണീയനായ പ്രൗഢമായ ചടങ്ങിൻ്റെ അധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന ഈ മഹത്തായ സംഗമത്തിൽ എനിക്ക് മുമ്പായി സംസാരിച്ച ഇബ്രാഹിം ഫൈലി ഉസ്താദ്, ഈ നാട്ടിലെ കാനഡവന്മാരെ, SKSSFന്റെ നേതൃനിരയിലുള്ള എനിക്കേറെ സുപരിചിതനും പ്രിയങ്കരനുമായ ഷുഹൈർ സാഹിബ് ഉൾപ്പെടെയുള്ള നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിദ്യാർത്ഥികളെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ ഒരുമിച്ച് കൂടിയത് നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെടാൻ അള്ളാഹു ഈ മജ്ലിസ് ഒരു സബബായി സ്വീകരിക്കട്ടെ. നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത, രോഗം കൊണ്ടും മറ്റും പ്രയാസപ്പെടുന്നവർ, അവർക്കൊക്കെ അള്ളാഹു എല്ലാവിധ പ്രയാസങ്ങളും മാറ്റി ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, കുടുംബക്കാർ, ഉസ്താദുമാർ, സഹോദരങ്ങൾ, വേണ്ടപ്പെട്ടവർ, കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ നാടിൻ്റെ ദീനീ ചൈതന്യങ്ങൾക്ക് കാരണക്കാരായിരുന്ന മഹത്തുക്കൾ, അവർക്കൊക്കെ അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരോടൊപ്പം അള്ളാഹു ജന്നാത്തുൻ നഈമിൽ നമ്മയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. SYS SKSSF മേയത്തടം യൂണിറ്റ് സംഘടിപ്പിക്കുന്ന മജ്‌ലിസുൻ നൂറിൻ്റെ 10ാം വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായുള്ള മതപ്രഭാഷണ സംഗമത്തിൻ്റെ ആദ്യത്തെ ദിവസത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയത്. ബഹുമാന്യനായ കോഴിക്കോട് ജില്ലാ SKSSFന്റെ അമരക്കാരൻ സയ്യിദ് മഹ്മൂദ് മുബശ്ശിർ തങ്ങൾ വളരെ അർത്ഥപൂർണമായ വാക്കുകളിൽ, എന്നാൽ ഏറെ ശാന്തമായ പ്രകൃതത്തിൽ, വളരെ ഗഹനമായ പല തലങ്ങളിലേക്കും ആശയങ്ങളിലേക്കും നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോവുകയും ഉണർത്തുകയും ചെയ്തുകൊണ്ടാണ് അവരെ ഉദ്ഘാടന ഭാഷണം നിർവഹിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സയ്യിദ് അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഉമ്മത്തിന് വരും കാലങ്ങളിൽ കൃത്യമായ നേതൃത്വം നൽകാനുള്ള എല്ലാവിധ ആയുരാരോഗ്യവും അല്ലാഹു നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. തങ്ങൾ പറഞ്ഞു വെച്ച വിഷയങ്ങൾ കേന്ദ്രീകൃതമായി ചെറിയ ചില കാര്യങ്ങൾ മാത്രമാണ് ഈ സന്ദർഭത്തിൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. വളരെ ശാന്തമായ ഒരു പ്രകൃതം, ഈ സദസ്സ് കാണുമ്പോൾ അല്ലെങ്കിൽ ഇവിടെയുള്ള മൊത്തത്തിലുള്ള ഈ അന്തരീക്ഷം കാണുമ്പോൾ
ഒന്ന് ഉറക്കെ സംസാരിക്കാൻ പോലും മടി തോന്നുകയാണ്. അത്രയും ഒരു പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ശാന്തത ഇവിടെ അനുഭവപ്പെടുന്നു. അപ്പൊ ഒരു കാതടച്ച വയത് പറയാൻ പറ്റാത്ത, ഞാനതിന് പര്യാപ്തനല്ലെങ്കിൽ പോലും ഒരു വലിയ ശബ്ദകോലാഹലം അസ്വസ്ഥതയുണ്ടാക്കുന്ന രീതിയിൽ അത്രയും പ്രശാന്തമായ ഒരു സാഹചര്യം ഈ ചുറ്റുപാടിലുള്ളതായിട്ട് അനുഭവപ്പെടുന്നു. ഞാൻ വന്നത് മുതലേ ഇങ്ങനെ ശ്രദ്ധിക്കുന്നു. ഒരു സൂചി വീണാൽ കേൾക്കുന്ന നിശബ്ദത ഇവിടെ ആകമാനം തളം കെട്ടി നിൽക്കുന്നതായി കാണുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ശാന്തത പോലെ, ഈ സ്വസ്ഥത പോലെ നമ്മുടെ മനസ്സിനും നമ്മുടെ ജീവിതത്തിനും ശാന്തതയും സ്വസ്ഥതയും അല്ലാഹു നൽകുമാറാകട്ടെ. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി അകത്തുള്ള പൊറുതികേടും സമാധാനക്കേടുകളുമാണ്. ഖൽബിന്റെ ഉള്ളിലുള്ള അസ്വസ്ഥതകളും പ്രയാസങ്ങളും ഒക്കെയാണ്. പുറമേ നമ്മളിങ്ങനെ ചിരിക്കാറുണ്ടെങ്കിലും പ്രത്യക്ഷത്തിൽ നമ്മളൊക്കെ, അല്ലെങ്കിൽ നമ്മൾ കാണുന്നവരൊക്കെ വലിയ സമാധാനത്തിലും സന്തോഷത്തിലുമാണ് എന്നൊക്കെ നമുക്ക് തോന്നുമെങ്കിലും ഓരോ ആളുകളുടെയും ഉള്ളിലേക്ക് ചെന്നിറങ്ങുമ്പോഴാണ് അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളും അതിൻ്റെ ആഴപ്പരപ്പുകളും ഒക്കെ നമുക്ക് ബോധ്യപ്പെടുന്നത്. രോഗങ്ങൾ, പ്രയാസങ്ങൾ, തങ്ങൾ പറഞ്ഞതും അങ്ങനെ തന്നെയാണല്ലോ. ഏതൊക്കെയോ രീതിയിൽ നിരന്തരമായി അസ്വസ്ഥതപ്പെടുന്നവരും വേദനിക്കുന്നവരുമാണ് പ്രത്യേകിച്ച് ലോകത്തുള്ള മുഅ്മിനീങ്ങൾ. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഇസ്ലാമിക പ്രബോധന ജീവിതത്തിന്റെ ആരംഭഘട്ടത്തിൽ പരസ്യമായിട്ട് അങ്ങനെ ദീന് പറയാൻ പറ്റിയ ഒരു സാഹചര്യം പോലും ഇല്ല. എന്ന് പറഞ്ഞാൽ ശത്രുക്കൾ സുസജ്ജമാണ്. ഒന്ന്, മറ്റുള്ളവർ കേൾക്കുന്ന രീതിയിൽ തൗഹീദിനെ കുറിച്ചോ അള്ളാഹുവിനെ കുറിച്ചോ സംസാരിക്കുകയാണെങ്കിൽ ശത്രുക്കളുടെ ഭാഗത്ത് നിന്ന് കൊടിയ പീഡനങ്ങളും അക്രമങ്ങളും പരിഹാസങ്ങളും ഒക്കെ നേരിടേണ്ടി വന്ന ആ ഒരു തുടക്കത്തിലുള്ള കാലഘട്ടം, രഹസ്യമായി ഇസ്ലാമിക പ്രബോധനം നടത്തിയിരുന്ന കാലഘട്ടം. ആ കാലത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുറഞ്ഞ സഹാബത്ത്, വളരെ പാവപ്പെട്ടവരായ നിർധനരായ സാധുക്കളായ മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള കുറഞ്ഞ സഹാബത്തിന് ഇങ്ങനെ വിശുദ്ധമായ ഇസ്ലാമിനെ കുറിച്ച്, അള്ളാഹുവിലുള്ള ഈമാനിനെ കുറിച്ച്, പരിശുദ്ധമായ ഇസ്ലാമിന്റെ സൗകുമാര്യതയെ കുറിച്ച് ഇങ്ങനെ വർണ്ണിച്ചു കൊടുക്കുന്നതിന്റെ ഇടയിൽ മക്ക കഅബ ഷരീഫിന്റെ ഭാഗത്ത് നിന്ന് ഒരു വലിയ ആർപ്പുവിളിയും കോലാഹലങ്ങളും കേൾക്കുകയാണ്. പാട്ടുപാടുന്ന, ദഫ്മുട്ടുന്ന, കരഘോഷം മുഴക്കുന്ന ഒരു വല്ലാത്ത ഉത്സവ പ്രതീതിയോടുകൂടെയുള്ള ശബ്ദകോലാഹലങ്ങൾ കേൾക്കുകയാണ്. അപ്പൊ കൗതുകത്തോടുകൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സഹാബത്തിനോട് ചോദിച്ചു, മാ ഹാദിഹി സുറൂറു ഫീ അഹ്ലി മക്ക. എന്റെ പ്രിയപ്പെട്ട സഹാബ, എന്റെ പ്രിയപ്പെട്ട സഹാബ, മാ ഹാദിഹി സുറൂറു ഫീ അഹ്ലി മക്ക. മക്കക്കാർക്ക് എന്താണ് ഇന്നത്തെ ദിവസം ഇത്രമാത്രം സന്തോഷം? ഖുറൈശികൾക്ക്, മക്കക്കാർക്ക് എന്താണ് ഇന്ന് ഇത്രമാത്രം ആഹ്ലാദം, ഇത്രമാത്രം അവർ സന്തോഷിക്കാനുള്ള കാരണം എന്താണ് എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചപ്പോ പരിശുദ്ധ സഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരെ, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കറിയില്ലേ? ഇന്നത്തെ ദിവസത്തിന് ഒരു സവിശേഷതയുണ്ട് നബിയെ. ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ കമ്പോളങ്ങളിലേക്ക് കച്ചവടത്തിന് വേണ്ടി പോയ അറബികളുടെ കാഫിലക്കൂട്ടങ്ങൾ തിരിച്ചു വരുന്ന ദിവസമാണ് ഇന്നത്തെ ദിവസം. ഈ ദിവസത്തിലാണ് അറബികൾ, ഖുറൈശികൾ കച്ചവടക്കാരായിരുന്നു, മക്കക്കാര് കച്ചവടക്കാരായിരുന്നു. അവരുടെ ഉപജീവന മാർഗം കച്ചവടമാണ്. മദീനയിൽ ഭൂരിഭാഗം ആളുകളുടെയും ഉപജീവന മാർഗം കൃഷിയാണ്. ഓരോ രാജ്യത്തും ഓരോ നാടിനും ആ നാട്ടുകാരുടേതായ ചില ഉപജീവന മാർഗങ്ങൾ ഉണ്ടാകും. മക്കക്കാരുടെ ജീവിത സന്ധാരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധി എന്ന് പറയുന്നത്
അവര് വിവിധങ്ങളായ നാടുകളിലേക്ക് ചരക്കുകളുമായി കച്ചവടത്തിന് പോകുമായിരുന്നു എന്ന്. പ്രത്യേകിച്ച് ശൈത്യകാലത്തും ഉഷ്ണകാലത്തും തണുപ്പ് കാലത്തും വേനൽക്കാലത്തും ഷാമിലേക്കും യമനിലേക്കും അവർ മാറി മാറി കച്ചവടത്തിന് പോകുന്നു. അങ്ങനെ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന യാത്രയും അവിടെയുള്ള കച്ചവട വ്യവഹാരങ്ങളും ഒക്കെ കഴിഞ്ഞ് ലാഭവിഹിതമായിട്ട് അവർ തിരിച്ചു വരും. അങ്ങനെ കച്ചവട ആവശ്യാർത്ഥം പോയ കാഫിലകൾ തിരിച്ചു വരുന്ന ദിവസമാണ് ഇന്നത്തെ ദിവസം. ഇന്നവരിങ്ങനെ തിരിച്ചു വരുന്ന വേളയിൽ അവരെ ആഹ്ലാദപൂർവം വരവേൽക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നതിന്റെ ആഘോഷത്തിന്റെ ശബ്ദ കോലാഹലങ്ങളാണ് കഅബ ഷരീഫിന്റെ ഭാഗത്ത് നിന്ന് നമ്മളിപ്പോ കേട്ടോണ്ടിരിക്കുന്നത് എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബത്ത് പറയാണ്. അവരുടെ കുടുംബക്കാര് ആ കച്ചവട സംഘത്തിൽ പോയപ്പോ അതിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആരെല്ലാം ഉണ്ടോ, ആരുടെയൊക്കെ പ്രതിനിധികളായിട്ടാണോ ഈ കാഫിലകൾ കമ്പോളങ്ങളിലേക്ക്, ലോകത്തെ വ്യത്യസ്തങ്ങളായ മാർക്കറ്റുകളിലേക്ക് പോയത്, അവർ തിരിച്ചു വരുമ്പം അവരുടെ കുടുംബക്കാരും ഗോത്രക്കാരും അവരെ സ്വീകരിക്കുന്ന, ആനയിക്കുന്ന, ആഹ്ലാദപൂർവം വരവേൽക്കുന്നതിന്റെ ശബ്ദ കരഘോഷങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബത്ത് പറയുമ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, എന്നാൽ അതൊന്ന് നേരിട്ട് പോയിട്ട് നമുക്ക് കണ്ടൂടെ? അതൊന്ന് നേരിട്ട് കാണാൻ എനിക്ക് താല്പര്യമുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും കൂടെ കഅബയുടെ കുറച്ച് അപ്പുറത്തേക്ക് മാറി നിന്ന്, ആരും അത്ര പെട്ടെന്ന് ശ്രദ്ധിക്കാത്ത ഒരിടത്തേക്ക് മാറി നിന്ന് എന്താണ് അവിടെ ഇങ്ങനെ നടക്കാൻ പോകുന്നത്, എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീക്ഷിക്കുകയാണ്. അങ്ങനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണുന്ന കാഴ്ച, കഅബ ഷരീഫിന്റെ ചുറ്റുഭാഗത്തും 7 കവാടങ്ങളുണ്ട്. ഇന്ന് മസ്ജിദുൽ ഹറാം നിലകൊള്ളുന്ന ആ ചുറ്റുഭാഗങ്ങളിലായി അന്ന് 7 കവാടങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ്. ആ 7 കവാടങ്ങളിൽ ഓരോ കവാടത്തിലൂടെയും ഓരോ കാഫിലകൾ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. കഅബ ഷരീഫിന്റെ മതാഫിന്റെ ചുറ്റുഭാഗത്തേക്ക് ഓരോ കാഫിലകളും പ്രവേശിക്കുന്നുണ്ട്. ഓരോ കവാടത്തിലൂടെ ഓരോ കാഫിലകളും കടന്നു വരുന്ന സന്ദർഭത്തിൽ അവിടെ നിന്ന് വിളംബരം ചെയ്യപ്പെടുന്നുണ്ട്, അനൗൺസ് ചെയ്യപ്പെടുന്നുണ്ട്, ഹാദിഹി ഖാഫിലത്തു ബനി അദി, ഹാദിഹി ഖാഫിലത്തു ബനി ഉമയ്യ, ഹാദിഹി ഖാഫിലത്തു ബനി അബ്ദി ശംസ്. ഇത് ബനു അബ്ദു ശംസിന്റെ ഖാഫിലയാണ്. അടുത്ത ഖാഫില വരുമ്പം പറയപ്പെടും ഹാദിഹി ഖാഫിലത്തു ബനി ഉമയ്യ, ഇത് ബനു ഉമയ്യ ഗോത്രത്തിന്റെ ഖാഫിലയാണ്, ഇത് ഖുറൈശികളുടെ ഖാഫിലയാണ്. അവിടെ നിന്ന് വിളംബരം ചെയ്യപ്പെടുമ്പം അത് കേൾക്കുന്ന വേളയിൽ അവരുടെ കുടുംബക്കാരും ബന്ധുക്കളും കൂടെ ആർപ്പുവിളിയോടുകൂടെ സന്തോഷാതിരേകത്താൽ ആഹ്ലാദത്തിനപ്പിൽ പാട്ടുപാടിയിട്ട്, സ്ത്രീകൾ നൃത്തം ചവിട്ടിയിട്ട്, മദ്യചഷകങ്ങളുടെ അകമ്പടിയോടുകൂടെ അവരെ ഇങ്ങനെ വരവേൽക്കും. ആഘോഷത്തോടുകൂടെ ദഫ്മുട്ടി പാട്ടുപാടി അവരെ ഇങ്ങനെ വരവേൽക്കും. ഓരോ കാഫില ഇങ്ങനെ അകത്തേക്ക് കടന്നു വരും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ കാഴ്ച കാണുന്നുണ്ട്. റസൂലുള്ളാഹി അവരുടെ മുഖത്ത് നോക്കി, ഒരാളുടെ മുഖത്തും ദുഃഖമില്ല, ആരുടെ മുഖത്തും പട്ടിണിയുടെ അടയാളങ്ങളില്ല, ആരുടെ മുഖത്തും പ്രയാസങ്ങളില്ല, നിറഞ്ഞ സന്തോഷം മാത്രം, ആഹ്ലാദം മാത്രം. ഒരു വേള അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ കൂടെയുള്ള സഹാബത്തിലേക്ക് നോക്കി. ദൈന്യതയുടെ പ്രതിരൂപങ്ങളായ, ദിവസങ്ങളോളം പട്ടിണി കിടന്ന, ദാരിദ്ര്യത്തിന്റെ നീർക്കയങ്ങളിലൂടെ ഒരു രാവും പകലും കഴിച്ചു കടത്താൻ വേണ്ടി പെടാപ്പാടുപെടുന്ന പാവപ്പെട്ട സഹാബത്തിലേക്ക് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോക്കിയപ്പോൾ നബിയുടെ മനം ഉരുകിപ്പോയി. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണുന്നത് യാസിറിനെ പോലെയുള്ള, അമ്മാറിനെ പോലെയുള്ള, ബിലാൽ ഇബ്നു റബാഹയെ പോലെയുള്ള, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഈ പ്രപഞ്ചത്തിന്റെ അടിസ്ഥാനപരമായ സത്യത്തെ ഹൃദയത്തിലേറ്റിയതിന്റെ പേരിൽ തുല്യതയില്ലാത്ത നരകയാതനകൾക്ക് വിധേയമായ പാവപ്പെട്ട സഹാബ, അവർ ദിവസങ്ങളോളം പട്ടിണി കിടക്കുന്നവരാണ്. ഒരു കാരക്ക കീറുകൊണ്ടും
സംസം വെള്ളം കൊണ്ടും വിശപ്പ് മാറ്റാൻ വിധിക്കപ്പെട്ടവരാണ്. മര്യാദക്ക് ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചിട്ട് പലപ്പോഴും അവരുടെ ജീവിതത്തിൽ ദിവസങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ടാകും. അവരനുഭവിച്ചിരിക്കുന്ന തുല്യതയില്ലാത്ത പീഡനങ്ങളും യാതനകളും മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ മക്കയിലെ ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിൽ മലർത്തിക്കിടത്തിയിട്ട് ഉമയ്യത്ത് ബിൻ ഖലഫ് പറഞ്ഞു, ബിലാൽ, നീ നിന്റെ ഏകദൈവ വിശ്വാസത്തിൽ നിന്ന് പിന്മാറണം. അള്ളാഹുവിനെ തള്ളിപ്പറയാൻ ഒരുക്കമാകണം. മുഹമ്മദിനെ തള്ളിപ്പറയാൻ ഒരുക്കമാകണം. എന്നിട്ട് നിന്റെ പാരമ്പര്യ മതത്തിലേക്ക് നീ തിരിച്ചു വരുന്നില്ലെങ്കിൽ, ഏകദൈവ വിശ്വാസത്തെ, ഇസ്ലാമിനെ നിന്റെ ഹൃദയത്തിൽ നിന്ന് നീ മാറ്റിവെക്കുന്നില്ലെങ്കിൽ, നിന്റെ ചുടുചോര കൊണ്ട് ഈ മക്കയുടെ മണൽത്തിട്ടയിൽ ഞാൻ എന്റെ കുലദൈവങ്ങളുടെ നാമങ്ങൾ കുറിച്ചിടുമെന്ന് ഉമയ്യത്ത് ബിൻ ഖലഫ് എന്ന് പറയുന്ന ധിക്കാരിയായ മനുഷ്യൻ യജമാനൻ ആക്രോശിക്കുന്ന സന്ദർഭങ്ങൾ. യാസർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവർ ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയമായപ്പോ ഇസ്ലാമിലെ ആദ്യത്തെ രക്തസാക്ഷി എന്ന നാമധേയത്തിൽ അറിയപ്പെടുന്ന മഹദിയായ സുമയ്യ റളിയല്ലാഹു അൻഹ, അവർ അല്ലാഹുവിൽ വിശ്വസിച്ചതിന്റെ പേരിൽ നാഭിയിലേക്ക് കുന്തമുന കുത്തിക്കയറ്റിയിട്ട് കൊല ചെയ്യപ്പെട്ട മഹദിയായ സുമയ്യ റളിയല്ലാഹു അൻഹ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വേള അവരെ കുറിച്ച് ഓർത്തപ്പോൾ, അല്ലാഹുവേ, അവർ നിന്നെ വിശ്വസിച്ചവരാണ്, അവരെന്നെ വിശ്വസിച്ചവരാണ്, എന്നെ കണ്ടിട്ട് നിന്നെ വിശ്വസിച്ചുകൊണ്ട് വിശുദ്ധമായ ഇസ്ലാമിന്റെ ശാന്തല തീരത്തേക്ക് കടന്നു വന്നവരാണ്. അവർക്കൊന്നും പട്ടിണിയും പരിവട്ടവും, അവർക്കൊന്നും ദാരിദ്ര്യവും കഷ്ടപ്പാടും പീഡനങ്ങളും താടനങ്ങളും മാത്രം. അതേ സന്ദർഭത്തിൽ നിന്നെ വിശ്വസിക്കാത്ത, നിന്റെ ഉലൂഹിയത്തിനെയും നിന്റെ റുബൂബിയത്തിനെയും അംഗീകരിക്കാത്ത, നിന്റെ തൗഹീദിന്റെ വചനത്തെ ആരെങ്കിലും ഈ മക്കയിലുള്ള മണൽത്തിട്ടകൾ കേൾക്കുന്ന രീതിയിൽ ഉറക്കമൊഴിഞ്ഞാൽ അതിന്റെ പേരിൽ അവർക്കെതിരെ തുല്യതയില്ലാത്ത യാതനകൾ അഴിച്ചുവിടുന്ന ഈ ഖുറൈശികൾക്ക് എത്ര വലിയ സമ്പൽ സമൃദ്ധിയാണ് നീ നൽകിയത്. അവർക്ക് ദാരിദ്ര്യങ്ങളില്ല, അവർക്ക് പ്രയാസങ്ങളില്ല, അവർക്ക് കഷ്ടപ്പാടുകളില്ല. ഒരു വേള അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സൊന്ന് വേദനിച്ചപ്പോൾ അർശിന്റെ അധിപനായ അല്ലാഹുവിന്റെ സവിധത്തിൽ നിന്ന് മലക്ക് മുഖറബുൽ അംലാഖ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വരികയാണ്. വിശുദ്ധമായ ഖുർആനിന്റെ വചനങ്ങൾ അവിടെ അവതരിക്കുകയാണ്. വലഖദ് ആതൈനാക സബ്അൻ മിനൽ മസാനി, എന്റെ പ്രിയപ്പെട്ട പ്രവാചകരെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സ് ഒരു വേള വേദനിച്ചപ്പോൾ ആശ്വാസത്തിന്റെ വചനങ്ങളുമായിട്ട് മഹാനായ മലക്ക് മുഖറബുൽ അംലാഖ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വന്നിട്ട് വിശുദ്ധമായ ഖുർആൻ ഓതി കേൾപ്പിച്ചു കൊടുക്കുന്ന നബിയെ, നിങ്ങളുടെ കൂടെയുള്ള പാവപ്പെട്ട സഹാബത്തിന് സമ്പൽ സമൃദ്ധി ഇല്ലെങ്കിൽ എന്താ, അവർക്ക് അധികാരങ്ങളില്ലെങ്കിൽ എന്താ, അവർക്ക് സ്ഥാനമാനങ്ങളില്ലെങ്കിൽ എന്താ, അവർക്ക് ഈ ഭൗതികമായ ലോകത്തിന്റെ സന്തോഷത്തിന്റെ പതക്കങ്ങൾ ഇല്ലെങ്കിൽ എന്താ, അവർക്ക് ഈ ലോകത്തിന്റെ ആസ്വാദനങ്ങൾ ലഭ്യമായിട്ടില്ലെങ്കിൽ എന്താ. വലഖദ് ആതൈനാക സബ്അൻ മിനൽ മസാനി, നിങ്ങൾക്ക് നാം ഏറ്റവും വിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹയിലെ 7 ആയത്തുകൾ നൽകിയിട്ടില്ലേ നബിയെ? ഖുറൈശികളുടെ 7 കാഫിലകൾ കണ്ടപ്പോഴാണ് സമ്പൽ സമൃദ്ധിയുടെ എല്ലാവിധ ഉടയാടകളുടെയും അകമ്പടിയോടുകൂടെ കടന്നു വന്നിരിക്കുന്ന ഖുറൈശികളുടെ 7 കാഫില കൂട്ടങ്ങളെ കണ്ടപ്പോഴല്ലേ നിങ്ങളുടെ മനസ്സിൽ തന്റെ അനുയായികളെ കുറിച്ചുള്ള ചെറിയ നേർത്ത രീതിയിലുള്ള രോദനം അനുഭവപ്പെട്ടത്. വലഖദ് ആതൈനാക സബ്അൻ മിനൽ മസാനി, നിങ്ങൾക്ക് നാം 7 ആയത്തുകൾ നൽകിയിട്ടില്ലേ നബിയെ? മഹാന്മാരായ മുഫസ്സിറുകൾ 7 ആയത്തുകൾ വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹയിലെ 7 ആയത്താണെന്ന് പറയുന്നത് കാണാം. 7 ആയത്തുകൾ നിങ്ങൾക്ക് നാം നൽകിയില്ലേ? ഈ 7 ആയത്തുകളുടെ 7 അയലത്ത് പോലും വരില്ല. ഷാമിലെയും യമനിലെയും മാർക്കറ്റുകളിൽ നിന്ന് ലക്ഷക്കണക്കിന് ദീനാറുകളുടെയും അതേപോലെ തന്നെ ദിർഹമുകളുടെയും ലാഭവിഹിതവുമായി തിരിച്ചു വന്നിരിക്കുന്ന ഖുറൈശികളുടെ ഈ കാഫിലകൾ, ഈ 7 കാഫിലകളെക്കാളും നിങ്ങൾക്ക് ഖൈർ, ഈ സമ്പൽ സമൃദ്ധിയെക്കാളും നിങ്ങൾക്ക് ഖൈർ, നിങ്ങളുടെ ഉമ്മത്തിന്റെ ഖൈർ. വലഖദ് ആതൈനാക സബ്അൻ മിനൽ മസാനി, വിശുദ്ധമായ ഖുർആനിലുള്ള 7 ആയത്തുകളാണെന്ന് വിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. കൽബിലുള്ള ഈമാനാണ്. ബിലാൽ ഇബ്നു റബാഹിന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു
നിങ്ങളുടെ കൂടെയുള്ള പാവപ്പെട്ട സഹാബത്തിന് അവർക്ക് അധികാരമില്ലെങ്കിലും സമ്പൽ സമൃദ്ധിയില്ലെങ്കിലും പരിശുദ്ധ നബിയെ അവരുടെ ഖൽബിന്റെ അകത്ത് അതിനേക്കാളൊക്കെ ഒരിക്കലും വിലമതിക്കാൻ കഴിയാത്ത, മൂല്യം തിട്ടപ്പെടുത്താൻ കഴിയാത്ത, പകരം വെക്കാനാവാത്ത അചഞ്ചലമായ വിശ്വാസത്തെ, ഈമാനിന്റെ തെളിച്ചത്തെ, ഈമാനിന്റെ തിളക്കത്തെ നാം സന്നിവേശിപ്പിച്ചിട്ടില്ലേ നബിയെ? ആ ഈമാനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം. ഒരു മനുഷ്യന്റെ ഖൽബിന്റെ അകത്ത് അല്ലാഹുവിലുള്ള അചഞ്ചലമായ ഈമാൻ ഉണ്ടായി കഴിഞ്ഞാൽ, അല്ലാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം ഉണ്ടായി കഴിഞ്ഞാൽ, ആ വിശ്വാസം ആ മനുഷ്യന്റെ ഖൽബിൽ നിലകൊള്ളുന്ന കാലത്തോളം ഭൗതികമായി ലോകത്തെ ഏതൊക്കെ സമ്പൽ സമൃദ്ധികളും സന്തോഷങ്ങളും ആ മനുഷ്യന് നഷ്ടപ്പെട്ടു പോയാലും ഈമാനുള്ള കാലഘട്ടത്തോളം അയാൾ ദുഃഖിക്കേണ്ടതില്ല എന്നാണ് വിശുദ്ധമായ ഇസ്ലാം ഓർമ്മപ്പെടുത്തുന്ന പാഠം. അതുകൊണ്ടല്ലേ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ലൗ കാനത്തി ദുനിയാ തഅദിലു ഇൻദല്ലാഹി ജനാഹ ബഊല മാ സഖാ കാഫിറൻ മിൻഹാ ശർബത മാ. എന്റെ പ്രിയപ്പെട്ട സഹാബ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഈ സർവാലങ്കൃത വിഭൂഷിതയായിരിക്കുന്ന, ഈ എല്ലാവിധ സമ്പൽ സമൃദ്ധിയുടെയും പ്രതീകമായിരിക്കുന്ന ഈ ഭൗതികമായ ലോകത്തിന്, ഈ പ്രപഞ്ചത്തിന് അല്ലാഹുവിന്റെ അരികിൽ ഒരു കൊതുകിന്റെ ചിറകിന്റെ വിലയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ, ലൗ കാനത്തി ദുനിയാ തഅദിലു ഇൻദല്ലാഹി ജനാഹ ബഊലത്തിൻ, നിങ്ങളുടെ മൂക്കിന്റെ തുമ്പത്തുകൂടെ പറന്നു പോകുന്ന അതിനിസാര ജീവിയായ ഒരു കൊതുകിന്റെ ചിറകിന്റെ വിലയെങ്കിലും സർവാലങ്കൃത വിഭൂഷിതയായ ഈ ദുനിയാവിന് അല്ലാഹു നൽകിയിരുന്നുവെങ്കിൽ, സത്യനിഷേധികളായ ആളുകൾക്ക് ഈ പ്രപഞ്ചത്തിൽ അല്ലാഹു ഒരിറക്ക് വെള്ളം പോലും നൽകുമായിരുന്നില്ലല്ലോ. വിശ്വസിച്ചവരെന്നോ വിശ്വസിക്കാത്തവരെന്നോ വ്യത്യാസങ്ങളില്ലാതെ അല്ലാഹു ഈ ലോകത്ത് അവന്റെ കരുണ ചൊരിഞ്ഞു നൽകിയത്, എല്ലാവർക്കും സമ്പൽ സമൃദ്ധി നൽകിയത്, എല്ലാവർക്കും ജീവിത സന്ധാരണത്തിനുള്ള മാർഗങ്ങൾ തുറന്നു കൊടുത്തത് ഈ ലോകമല്ല യഥാർത്ഥ ലോകം. ഈ ലോകമല്ല യഥാർത്ഥ ലോകം. ഇത് ഒരു ഇടവേളകളിലുള്ള വിശ്രമത്തിന്റെ ഇടം പോലെയാണ്. ഇത് വഴിയോരങ്ങളിലുള്ള ഒരു സത്രം പോലെയാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. നിങ്ങൾക്ക് അല്ലാഹു ജീവിതം നൽകിയത്, നിങ്ങൾക്ക് അല്ലാഹു മരണം നൽകിയത്, ഐഹികമായി ഈ ലോകത്തുള്ള ജീവിതവും ഈ ലോകത്തുള്ള മരണവും എന്തിനു വേണ്ടിയാണ് സംവിധാനിക്കപ്പെട്ടത് എന്ന് ചോദിച്ചാൽ, ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. നിങ്ങളുടെ കൂട്ടത്തിൽ സദ്വൃത്തരായ ആളുകൾ, സൽക്കർമ്മം കൊണ്ട് ജീവിതത്തെ അലങ്കരിക്കുന്ന ആളുകൾ ആരാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണെന്ന് വിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ആഖിറമാണ്. ആ ആഖിറത്തിലേക്കുള്ള രക്ഷയുടെ കവാടം എന്ന് പറയുന്നത്, അതിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത്, ഒരു മനുഷ്യൻ പരലോകത്ത് രക്ഷപ്പെടാനുള്ള അതിന്റെ അടിസ്ഥാനപരമായ യോഗ്യത എന്ന് പറയുന്നത് അചഞ്ചലമായ ഈമാനികമായ വിശ്വാസമാണ്, അല്ലാഹുവിലുള്ള വിശ്വാസമാണ്. ആ വിശ്വാസം നമ്മുടെ ഹൃദയത്തിലുള്ള കാലത്തോളം ഒരുപക്ഷേ ജീവിതത്തിൽ നാം എന്തെല്ലാം രീതിയിലുള്ള പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ടി വന്നാലും അതിനേക്കാൾ വലിയ ഖൈർ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു നൽകുമെന്നല്ലേ. ഐഹികമായ ലോകത്തുള്ള പരീക്ഷണങ്ങൾ, ഐഹികമായ ലോകത്തുള്ള പ്രയാസങ്ങൾ ഒരു മനുഷ്യന്റെ ഈമാനിന്റെ ഖദർ കണ്ടുകൊണ്ട് അയാളുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകുമെന്നാണ്. അശദ്ദുൽ ബലാഇ അൽ അംബിയാഉ സുമ്മൽ അംസലു സുമ്മൽ അംസലു. എന്റെ പ്രിയപ്പെട്ടവരെ, പല വേളകളിലും നമുക്ക് തോന്നാറില്ലേ, ഒരു ദിവസം പണിക്ക് പോകാതെ വീട്ടിൽ നമ്മൾ പനിച്ചു കിടന്നു പോയാൽ നമ്മുടെ മക്കൾ പട്ടിണിയായി പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറില്ലേ? നമ്മുടെ പ്രിയപ്പെട്ടവരെന്ന് പനിച്ചു കിടന്നു പോയാൽ, രോഗിയായി പോയാൽ ദിവസങ്ങളോളം നമ്മുടെ അടുപ്പിൽ പുകയുയരാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകാറില്ലേ? എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, പാതിരാ സമയത്ത് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് അല്ലാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തി എത്ര തവണ ദുആ ചെയ്തിട്ടും എന്താ എന്റെ രോഗം മാറാത്തത് എന്ന് തോന്നാറുണ്ടോ? എന്താ എന്റെ കുടുംബത്തിന്റെ പ്രയാസങ്ങൾ തീരാത്തത് എന്ന് തോന്നാറുണ്ടോ? എന്താ എന്റെ കുടുംബത്തിൽ നിന്ന് പ്രതിസന്ധികൾ നീങ്ങിപ്പോകാത്തത് എന്ന് തോന്നാറുണ്ടോ? അല്ലാഹുവിന് എന്താണ് എന്നോട് ഇഷ്ടമില്ലാത്തത് എന്ന് ഏതെങ്കിലും നിമിഷത്തിന്റെ ചാപല്യങ്ങളായ സന്ദർഭങ്ങളിൽ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് കടന്നു വരാറുണ്ടോ? അങ്ങനെയാണെങ്കിൽ
നേരത്തെ മഹാനായ തങ്ങൾ അവർ സൂചിപ്പിച്ചതുപോലെ ലോകത്തെ ഏറ്റവും കൂടുതൽ പരീക്ഷണത്തിന്റെ നെരിപ്പോടുകളിലൂടെ കടന്നുപോയത് അള്ളാഹുവിന്റെ പ്രവാചകന്മാരും ഈമാനികമായി ആത്മീയമായി പ്രവാചകന്മാരോട് ചേർന്ന് നിൽക്കുന്ന സഹാബത്തിനെ പോലെയുള്ള അള്ളാഹുവിന്റെ മഹത്തുക്കളായ ഔലിയാക്കളും ആ രീതിയിലുള്ള മഹത്തുക്കളുമാണ് എന്ന് ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുമല്ലോ. മഹാനായ ഖബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു അൻഹു ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ കഅബ ശരീഫിന്റെ ഓരത്ത് ഒരു വൈകുന്നേര സന്ദർഭത്തിൽ തന്റെ തലപ്പാവ് തന്റെ മേൽത്തട്ടം തലയിണയാക്കിയിട്ട് കഅബ ശരീഫിന്റെ ചുവരിന്റെ താഴെ കിടന്നുറങ്ങുന്ന വേളയിൽ മഹാനായ ഖബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു അൻഹു കടന്നു വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നുണ്ട്, യാ റസൂലല്ലാഹ് അലാ തസ്തൻസിറു ലനാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരെ ഒന്ന് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തുകൂടെ നബിയെ? എത്ര വലിയ പരീക്ഷണങ്ങളാണ് ശത്രുക്കളുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ഏൽക്കേണ്ടി വരുന്നത് റസൂലല്ലാഹ്. അലാ തസ്തൻസിറു ലനാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിനോട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് സഹായം തേടിക്കൂടെ എന്ന് ചോദിക്കുന്ന വേളയിൽ അവിടെ കടന്നിരുന്ന പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേറ്റിരുന്നിട്ട് ഖബ്ബാബ് ബിൻ അറത്തിനോട് പറയുന്നു, പ്രിയപ്പെട്ട ഖബ്ബാബ്, എന്റെയും നിങ്ങളുടെയും മുൻകാലങ്ങളിൽ കഴിഞ്ഞുപോയ അള്ളാഹുവിന്റെ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ചിലരെ അവര് വിശുദ്ധമായ തൗഹീദ് പറഞ്ഞതിന്റെ പേരിൽ അവര് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശുദ്ധമായ വാക്യത്തെ, ഈ പ്രപഞ്ചത്തിന്റെ താളത്തെ, ഈ പ്രപഞ്ചത്തിന്റെ ആത്യന്തികമായ സത്യത്തെ ലോകത്തോട് വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ അവരുടെ ജനത വലിയ കുഴികൾ കുത്തിയിട്ട് അവരതിലേക്ക് ഇറക്കി വെച്ചിട്ട് അവരുടെ ശരീരത്തിന്റെ മൂർധാവ് മുതൽ ഈർച്ചവാള് പോലെയുള്ള ആയുധങ്ങൾ കൊണ്ട് അവരുടെ ശരീരങ്ങളെ രണ്ടായി പിളർന്നപ്പോൾ പോലും ഭയാനകമായ അത്തരത്തിലുള്ള സന്ദർഭങ്ങൾ അവരുടെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ പോലും അവരവരുടെ ഈമാനിൽ നിന്നും അവരവരുടെ ദീനുകളിൽ നിന്നും വ്യതിചലിച്ചു പോയിട്ടില്ല സഹാബ എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മറ്റൊരു സഹാബി ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് വന്നിട്ട് പറഞ്ഞല്ല, യാ റസൂലല്ലാഹ് ദഹബ മാലി വസഖമ ജിസ്മി, അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകരെ, എന്റെ സമ്പത്ത് മുഴുവനും നഷ്ടപ്പെട്ടു പോയി നബിയെ, എന്റെ ശരീരത്തിന് രോഗം വന്ന നബിയെ, ഞാൻ രോഗിയായി മാറിപ്പോയി, സാമ്പത്തികമായ നഷ്ടം വന്നുപോയി, അങ്ങേയറ്റത്തെ പ്രയാസത്തിലും പരിവട്ടത്തിലുമാണെന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് പരിഭവം വന്ന് പറഞ്ഞപ്പോൾ ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ സഹാബിയോട് തിരിച്ചു പറഞ്ഞത് എന്തെന്നറിയുമോ? ലാ ഖൈറ ഫീ അബ്ദിൻ ലാ യദ്ഹബു മാലുഹു വലാ യസ്ഖുമു ജിസ്മുഹു, എന്റെ സമ്പത്തൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നു നബിയെ, വലിയ ദാരിദ്ര്യവും പ്രയാസവുമാണ്. വസഖമ ജിസ്മി, ശരീരത്തിനാണെങ്കിൽ രോഗങ്ങളാണ്. നമ്മുടെ ഇടയിലുണ്ടാകും അങ്ങനെയുള്ള ആളുകൾ, എപ്പോഴും രോഗങ്ങൾ, ഒന്ന് മാറുമ്പം മറ്റൊരു രോഗം, ഒന്ന് മാറുമ്പം വേറൊരു പ്രയാസം. സാമ്പത്തികമായും എപ്പോഴും പ്രയാസങ്ങളും പ്രതിസന്ധികളും. അരിഷ്ടിച്ചും കഷ്ടപ്പെട്ടും ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ, ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പെടാപ്പാടുപെടുന്ന ആളുകൾ. ഒരു നിസ്കാരം പോലും ഖളാക്കാറില്ല, ഒരു നോമ്പ് പോലും ഒഴിയാറില്ല, ഖുർആൻ പാരായണം മുടക്കാറില്ല. അള്ളാഹുവിന്റെ പ്രീതിയും അവന്റെ തൃപ്തിയും കാംക്ഷിച്ചുകൊണ്ട് അവന്റെ ത്വഅത്തിലായി ജീവിക്കണമെന്ന് അതിയായി ആഗ്രഹിക്കുമ്പോഴും രോഗങ്ങളും പ്രയാസങ്ങളും വിട്ടുമാറാത്ത ആളുകൾ നമ്മുടെ ഇടയിലുണ്ടാകും. എന്തുകൊണ്ടാണ് അള്ളാഹു ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ നൽകുന്നത്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സഹാബിയോട് പറയുകയാണ്, ലാ ഖൈറ ഫീ അബ്ദിൻ ലാ യദ്ഹബു മാലുഹു വലാ യസ്ഖുമു ജിസ്മുഹു, എന്റെ പ്രിയപ്പെട്ട സഹാബ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സാമ്പത്തികമായ നഷ്ടമേ ഉണ്ടാകുന്നില്ലെങ്കിൽ, ഒരാളുടെ ജീവിതത്തിൽ ഒരു സാമ്പത്തികമായ നഷ്ടം ഉണ്ടാവണില്ല, ഒരാളുടെ ജീവിതത്തിൽ വലാ യസ്ഖുമു ജിസ്മുഹു, അയാളുടെ ശരീരത്തിൽ ഒരു നിലക്കുള്ള രോഗവും വരുന്നില്ല. ചിലര് പറയല്ലോ, നമ്മൾ ചിലപ്പോ അഭിമാനത്തോടു കൂടെ പറയാറുണ്ട്, എനിക്ക് ഒരു പനി പോലും വന്നിട്ട് 2 വർഷമായി എന്ന്. അത് അഭിമാനത്തോടെയാണ് പലപ്പോഴും നമ്മൾ പറയാറുള്ളത്. എനിക്കൊരു തലവേദന വന്നിട്ട് തന്നെ എത്രയോ കാലമായി, അടുത്ത കാലത്തൊന്നും ഒരു സൂക്കേടും വന്നിട്ടില്ല എന്ന് നമ്മൾ പറയും. ഒരു 5 രൂപ പോലും ജീവിതത്തിൽ വീണു പോവുക പോലും ചെയ്യാത്ത, നഷ്ടം പറ്റാത്ത ആളുകൾ ഉണ്ടാകും.
അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ലാ ഖൈറ ഫീ അബ്ദിൻ ലാ യദ്ഹബു മാലുഹു വലാ യസ്കുമു ജിസ്മുഹു. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ തീരെ രോഗങ്ങൾ ഉണ്ടാവണില്ലെങ്കിൽ, ടെൻഷൻ ഉണ്ടാവണില്ലെങ്കിൽ, ഒരു പ്രയാസം ഉണ്ടാവുന്നില്ലെങ്കിൽ, സാമ്പത്തികമായ ഒരു നഷ്ടം അയാൾക്ക് വരുന്നില്ലെങ്കിൽ ആ മനുഷ്യനിൽ ഖൈറില്ല എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അത് അഭിമാനത്തോടെ പറയേണ്ട കാര്യമില്ല. എനിക്കിതുവരെ രോഗം വന്നിട്ടില്ല എന്നുള്ളത് അഭിമാനത്തോടു കൂടെ പറയേണ്ട കാര്യമില്ല. രോഗം വരാൻ ദുആ ചെയ്യണമെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. രോഗം വന്നാൽ ഒരു മുഅ്മിനായ മനുഷ്യൻ മനസ്സിലാക്കേണ്ടത് അല്ലാഹു എനിക്കെന്തോ ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നാണ്. നഷ്ടം വന്നാൽ, കച്ചവടം പൊട്ടിപ്പോയാൽ, കൃഷി നശിച്ചു പോയാൽ, സാമ്പത്തികമായ മറ്റേതെങ്കിലും രീതിയിലുള്ള പരാധീനതകൾ ഉണ്ടായാൽ ഒരു മുഅ്മിനായ മനുഷ്യൻ മനസ്സിലാക്കേണ്ടത് അല്ലാഹു അതിലെന്തോ ഖൈർ എനിക്ക് ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നാണ്. അത് ചിലപ്പം വലിയ അപകടങ്ങളാണെങ്കിൽ പോലും അതിൽ അല്ലാഹു ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടാകുമെന്നാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. ഉഹദ് യുദ്ധം നടന്നപ്പോ, യുദ്ധം കഴിഞ്ഞ വേളയിൽ യുദ്ധഭൂമിയിലൂടെ ഷഹീദായി കിടക്കുന്ന മഹാന്മാരായ സഹാബത്തുകളെ പരതിക്കൊണ്ട് ബാക്കി വന്ന സഹാബത്ത് അങ്ങനെ നടന്നു പോകുന്നതിന്റെ ഇടയിൽ ഒരു മയ്യത്ത് കണ്ടു. ആ മയ്യത്ത് ആരുടേതാണ്, ആ ഷഹീദായി കിടക്കുന്ന സഹാബി വര്യൻ ആരാണ് എന്ന് പോലും തിരിച്ചറിയാൻ കഴിയുന്നില്ല. അങ്ങനെ തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ അവിടുത്തെ മുഖം വിവരണമാക്കപ്പെട്ടിട്ടുണ്ട്. മഹാനായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു ഉഹദിന്റെ രണാങ്കണത്തിൽ ചാട്ടുളി പ്രയോഗത്തിലൂടെ വീഴ്ത്തപ്പെട്ട, അങ്ങനെ വീണുപോയപ്പോൾ അവസാനം മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു ഉഹദിന്റെ രണാങ്കണത്തിൽ ഷഹീദായപ്പോൾ ഹിന്ദ് എന്ന് പറയുന്ന പെണ്ണ് കടന്നു വന്നിട്ട് മഹാനായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃ സഹോദരൻ, അഹ്ലു ബൈത്തിൽപ്പെട്ട പ്രമുഖനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആരുടെയെങ്കിലും ഇസ്ലാമാശ്ലേഷണം ഇത്രമാത്രം സന്തോഷം നൽകിയിട്ടുണ്ടെങ്കിൽ ആ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ മഹാനായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു ആണ്. മുസ്ലിമീങ്ങൾക്ക് ഒരു മനുഷ്യൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പം ഇത്രമാത്രം അഭിമാനബോധവും അത്രമാത്രം ആഹ്ലാദവും ഇസ്സത്തും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവും മഹാനായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹുവിന്റെയും കടന്നുവരവാണ്. മുസ്ലിം ഉമ്മത്തിന്റെ ധീരതയുടെ പ്രതീകമായിരുന്ന, ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ഇസ്സത്തായിരുന്ന ഖുറൈശികളുടെ മുന്നിൽ തലയെടുപ്പോടുകൂടെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സംരക്ഷണ കവചമൊരുക്കിയിരുന്ന മഹാനായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ സിംഹം എന്ന പേരിൽ അറിയപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹു ഉഹദിന്റെ രണാങ്കണത്തിൽ ഷഹീദായി കിടക്കുമ്പോൾ ഒരു പെണ്ണ് കടന്നു വന്നിട്ട് അവിടുത്തെ നെഞ്ചുകൂട് പൊളിച്ച്, അവിടുത്തെ വാരിയെല്ലുകൾ അടർത്തി മാറ്റി, അവിടുത്തെ ഹൃദയത്തിൽ നിന്ന് കരള് പറിച്ചെടുത്ത് തന്റെ വായിലിട്ട് ചവച്ചു തുപ്പി, അവിടുത്തെ മൂക്കും കണ്ണുകളും ശരീരത്തിന്റെ അവയവങ്ങളും മുറിച്ചും കുത്തിയും വിവരണമാക്കി. ആരെയാണ് ഇത്തരത്തിൽ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത്? അവസാന യുദ്ധം കഴിഞ്ഞ സന്ദർഭത്തിൽ ഇതാരുടെ മയ്യത്താണെന്ന് പോലും, ഇതാരുടെ ജനാസയാണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോ കയ്യിലുണ്ടായിരുന്ന ഒരു മോതിരത്തെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് മഹാനായ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരി അവരുടെ കയ്യിലുണ്ടായിരുന്ന മോതിരം കണ്ടുകൊണ്ടാണ് ഇത് ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു ആണ് എന്ന് തിരിച്ചറിയുന്നതും സ്ഥിരീകരിക്കുന്നതും. ഈ സംഭവം അങ്ങനെ വിവരിച്ചിട്ട് സഹീഹുൽ ബുഖാരിയിൽ മഹാനായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹുവിന്റെ മരണത്തെ പറഞ്ഞുകൊണ്ട് സഹീഹുൽ ബുഖാരിക്ക് എക്കാലഘട്ടത്തിലെയും ആധികാരിക വ്യാഖ്യാനമായ ഫത്ഹുൽ ബാരി എന്ന മഹത്തായ ഗ്രന്ഥരചന നടത്തിയ ഹാഫിൽ ഇബ്നു ഹജർ അൽ അസ്ഖലാൻ റളിയല്ലാഹു അൻഹു വളരെ ശ്രദ്ധേയമായ ചില കാര്യങ്ങൾ അവിടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മഹാനായ ഹാഫിൽ ഇബ്നു ഹജർ അൽ അസ്ഖലാൻ റളിയല്ലാഹു അൻഹു അതിന്റെ താഴെ ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തുന്നത് കാണാം. എന്തുകൊണ്ടാണ് ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സഹാബികളുടെ കൂട്ടത്തിൽ ഉന്നതനായ
അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വന്തം ചോരയായ മഹാനായ ഹംസ റളിയല്ലാഹു അൻഹുവിന് അള്ളാഹു ഇങ്ങനെ ഒരു മരണം നൽകിയത്? എന്റെ പ്രിയപ്പെട്ടവരെ, ചിലരുടെ മരണം നമ്മുടെ ഉള്ളുലയ്ക്കുന്ന മരണമായിരിക്കും. ചില അപകടങ്ങളിൽ അവരുടെ ശരീരങ്ങൾ ചതഞ്ഞരഞ്ഞു പോകുമ്പോൾ ചില സന്ദർഭങ്ങളിലെങ്കിലും നമ്മൾ ആലോചിക്കാറില്ലേ, എന്ത് വലിയ തെറ്റ് ചെയ്തതിന്റെ പേരിലായിരിക്കും ഈ മനുഷ്യൻ അള്ളാഹു ഇത്ര വലിയ മരണം നൽകിയത് എന്ന് ഒരു വേള നമ്മൾ പറഞ്ഞില്ലെങ്കിലും ചില സന്ദർഭങ്ങളിൽ മനസ്സുകൊണ്ടെങ്കിലും നമ്മൾ ആലോചിച്ചു പോകാറില്ലേ? ആ ചിന്ത പോലും ഒരു മുഅ്മിനായ മനുഷ്യന്റെ കാര്യത്തിൽ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാൻ പാടില്ല എന്ന പാഠമാണ് ഈ ഹദീസിലൂടെ മഹാനായ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാൻ റളിയല്ലാഹു അൻഹു ഓർമ്മപ്പെടുത്തുന്നത്. ഒരു മുഅ്മിനായ മനുഷ്യൻ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ ഇത്ര വലിയ പരീക്ഷണത്തോടുകൂടെയുള്ള മരണം അല്ലാഹു നൽകാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ചില മുഅ്മിനീങ്ങളായ ആളുകൾക്ക് നാളെ പരലോകത്ത് ഉന്നതമായ സ്ഥാനം നൽകണമെന്ന് അല്ലാഹുവിന് ആഗ്രഹമുണ്ടാകും. എത്ര രാവുകൾ വെളുക്കുവോളം നിസ്കരിച്ചാലും എത്ര പകലുകൾ നോമ്പെടുത്താലും സമ്പത്തിന്റെ നിധികുംഭങ്ങൾ അള്ളാഹുവിന്റെ പള്ളികൾക്കും മദ്രസകൾക്കും വേണ്ടി വാരിക്കൊടുത്താലും ഒരായുഷ്കാലത്തെ മുഴുവനും അള്ളാഹുവിന്റെ ത്വഅത്തിലായി ആരാധനാ നിമഗ്നനായി നിർവഹിച്ചാൽ പോലും ഒരു മുഅ്മിനായ മനുഷ്യൻ ഒരിക്കലും എത്തിപ്പിടിക്കാൻ കഴിയാത്ത അത്രയും വലിയ സ്വർഗ്ഗത്തിന്റെ ഉന്നതമായ സോപാനത്തിലേക്കുള്ള സ്ഥാനമാനങ്ങളെ ഒരു മനുഷ്യന് അള്ളാഹു നൽകണമെന്ന് ഉദ്ദേശിച്ചാൽ ഇബ്തലാഹുല്ലാഹു ഫീ ജസദിഹി, ആ മനുഷ്യന്റെ ശരീരത്തിൽ അള്ളാഹു പരീക്ഷണങ്ങൾ നൽകും. ഹംസ റളിയല്ലാഹു അൻഹുവിന് അള്ളാഹു സ്വർഗ്ഗത്തിൽ ഉന്നതമായ സ്ഥാനം കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു. സാധാരണ ഒരു ഷഹീദിന് കിട്ടാത്ത എത്ര നിസ്കാരങ്ങൾ നിർവഹിച്ചാലും എത്ര നോമ്പെടുത്താലും എത്ര കോടിക്കണക്കിന് സമ്പാദ്യങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനം ചെയ്ത സദഖ ചെയ്ത ദർവിഷ്ഠനും ലഭിക്കാത്ത അത്രയും വലിയ സ്ഥാനം അള്ളാഹു പരലോകത്ത് ഒരു മുഅ്മിനായ മനുഷ്യന് കൊടുക്കണമെന്ന് ആഗ്രഹിച്ചാൽ ഇബ്തലാഹുല്ലാഹു ഫീ ജസദിഹി, അവരുടെ ശരീരത്തിൽ അള്ളാഹു പരീക്ഷണങ്ങൾ നൽകും. ഐഹികമായ ലോകത്ത് അവർക്ക് അല്ലാഹു രോഗങ്ങൾ നൽകും, അവർക്ക് അല്ലാഹു പ്രയാസങ്ങൾ നൽകും. സന്തോഷത്തോടുകൂടെ ജീവിക്കുന്നതിന്റെ ഇടയിൽ എത്ര പെട്ടെന്നാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ വേണ്ടപ്പെട്ട പലരും രോഗികളായി പോയത്. നമ്മുടെ വേണ്ടപ്പെട്ട പലരും പ്രതീക്ഷിക്കാതെ നനച്ചിരിക്കാതെ വന്ന അപകടങ്ങളിൽ തളർന്ന് ബെഡുകളിൽ ജീവിതം മുഴുവനും കഴിച്ചു കിടത്തേണ്ടി വന്നത്. സാധാരണ നമ്മൾ അതിന് പറയാറുള്ളത് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള അദാബെന്നോ ശിക്ഷയെന്നോ ഒക്കെയാണ്. അങ്ങനെയല്ല ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിൽ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹു ആ മനുഷ്യന് നാളെ പരലോകത്ത് വെച്ച് ഉന്നതമായ സ്ഥാനം നൽകാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടായിരിക്കാം. അല്ലെങ്കിലും നിങ്ങൾ ആലോചിച്ചു നോക്ക്, നമ്മുടെ ജീവിതം, ഈ ഐഹികമായ ജീവിതം എത്രമാത്രം നൈമിഷികമാണ്. ഇവിടെ സമ്പത്തുണ്ടായാൽ അത് അല്ലാഹു ആദരിച്ചതിന്റെ അടയാളമല്ല. ഇവിടെ സന്തോഷമുണ്ടായാൽ അത് അല്ലാഹു ഇഷ്ടപ്പെട്ടതിന്റെ അടയാളമല്ല. ഇവിടെ ദാരിദ്ര്യമുണ്ടായാൽ അത് അല്ലാഹു നമ്മളെ വെറുത്തതിന്റെ അടയാളമല്ല. ഇവിടെ രോഗങ്ങൾ ഉണ്ടായാൽ അത് അല്ലാഹു നമുക്ക് അദാബ് നൽകിയതിന്റെ അടയാളവുമല്ല. ഈ ലോകത്തുള്ള സന്തോഷങ്ങൾ ആത്യന്തികമായ സന്തോഷത്തിന്റെ മാനദണ്ഡങ്ങളല്ല. ഈ ലോകത്തുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും ആത്യന്തികമായ പ്രതിസന്ധിയുടെ ഏതെങ്കിലും അർത്ഥത്തിലുള്ള പ്രതീകങ്ങളല്ല, മറിച്ച് മാനദണ്ഡം ഈമാനാണ്, വിശ്വാസമാണ്, തഖ്വയാണ്. ഒരു മനുഷ്യന്റെ തഖ്വയുടെ തോത് കണ്ടുകൊണ്ട് അവരുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും പരീക്ഷണങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുമെന്നാണ് വിശുദ്ധമായ ഇസ്ലാം മുന്നോട്ട് നൽകുന്ന പാഠം. അതുകൊണ്ട് മുസ്ലിം സമുദായം എല്ലാ കാലങ്ങളിലും പ്രതിസന്ധികളുടെ റിപ്പോർട്ടുകളിലൂടെയാണ് കടന്നുപോയത്. നമ്മളിവിടെ സംസാരിക്കുമ്പോഴും തങ്ങൾ നേരത്തെ സൂചിപ്പിച്ചില്ലേ, നമ്മളിൽ നിന്ന് ഒരുപാടൊന്നും അകലെയല്ലാത്ത ഏതാനും അപ്പുറങ്ങളിൽ ഏതാനും കാതങ്ങൾക്കപ്പുറത്ത് ലോകത്തിന്റെ വേറൊരു ഭാഗത്ത് നമ്മളെപ്പോലെ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്ന, നമ്മളെ ചേർത്ത് വെച്ച് ഉമ്മ വെച്ച് നമ്മുടെ കൂടെ അണച്ചുകുട്ടി പിടിച്ചുറങ്ങുന്ന നമ്മുടെ മക്കളെ പോലെ പൂമ്പാറ്റകളെ പോലെ പാറി നടക്കേണ്ടിയിരുന്ന എത്ര പതിനായിരക്കണക്കിന് കുഞ്ഞുങ്ങളാണ്, നിരപരാധികളായ മനുഷ്യ മക്കളാണ് ഇസ്രായേലിന്റെ ബോംബിങ്ങിലും മിസൈൽ ആക്രമണങ്ങളിലും നിരന്തരമായി കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്.
50,000-ഓളം മനുഷ്യർ ഈ കഴിഞ്ഞ ഒരു വർഷത്തിന്റെ ഇടയിൽ മാത്രം ഫലസ്തീനിലെ ഗസ എന്ന് പറയുന്ന ഇട്ടാവട്ടത്തുള്ള ഒരു ചെറിയ ഒരു ഭൂപ്രദേശത്ത് മാത്രം അതിനിഷ്ഠൂരമായി കൊല ചെയ്യപ്പെട്ടപ്പോൾ അവിടെയുള്ള 10-20 ലക്ഷത്തോളം വരുന്ന ഇനിയും ബാക്കി വരുന്ന മനുഷ്യമക്കൾ, നമ്മളെ പോലെ ജീവിതത്തിന് സ്വപ്നങ്ങളുള്ള, ജീവിതത്തിൽ ആഗ്രഹങ്ങളുള്ള, പിറന്ന മണ്ണിൽ ജീവിക്കാൻ ആഗ്രഹമുള്ള 20 ലക്ഷത്തോളം വരുന്ന ഇനിയും ബാക്കിയായ പച്ച മനുഷ്യർ ജീവശവം പോലെ ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാതെ, ഒരു നേരത്തെ വെള്ളത്തിന് വകയില്ലാതെ, ശരീരങ്ങളിൽ മുറിവ് പറ്റിയിട്ട് ചികിത്സിക്കാനുള്ള പ്രാഥമികമായ അവകാശങ്ങൾ പോലും നിഷേധിക്കപ്പെടുമ്പോൾ, പകർച്ചവ്യാധിയും മാറാരോഗങ്ങളും പിടിപെട്ടുകൊണ്ട് അനുദിനം തുല്യതയില്ലാത്ത രോഗങ്ങൾക്കും പ്രയാസങ്ങൾക്കും വിധേയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, മുഅ്മിനീങ്ങൾക്ക് പ്രയാസങ്ങൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. എല്ലാ കാലങ്ങളിലും പ്രതിസന്ധിയാണ്, എല്ലാ കാലങ്ങളിലും പ്രയാസമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ഏത് പ്രതിസന്ധിയിലും മണഞ്ഞു പോകാത്ത ഈമാനിന്റെ വെളിച്ചവും ഈമാനിന്റെ തിളക്കവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശാഖ SKSSF-ഉം SYS-ഉമാണ് ഈ പരിപാടി നടത്തുന്നത്. ഞാൻ അറിഞ്ഞെടുത്തോളം എല്ലാ വർഷവും വിപുലമായി തന്നെ ഏതാണ്ട് 10 വർഷമായിട്ട് ഈ മജ്‌ലിസ് നടന്നു വരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ചെറുപ്പക്കാരായ ആളുകൾ, നമ്മുടെ കുട്ടികൾ, അവർ നടത്തുന്ന പരിപാടിയാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യം എല്ലാ അർത്ഥത്തിലും അവരെ ഏറ്റെടുക്കുകയും എല്ലാവിധ പിന്തുണയും നൽകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇതിന് വരുന്ന ബാധ്യതകളും മറ്റുമൊക്കെ നമ്മുടെ ഈ പരിപാടികൾ കൊണ്ട് തന്നെ പരിഹരിക്കപ്പെടണം. കഴിവിന്റെ പരമാവധി നല്ല നിയ്യത്തോടുകൂടി അല്ലാഹു നമ്മൾ ഈ നൽകുന്ന ചെറിയ ചെറിയ സദഖകളും നമ്മുടെ ചെറിയ ചെറിയ നന്മകളും ഒക്കെ കാരണത്താൽ രോഗങ്ങളും പ്രയാസങ്ങളും ഒക്കെ അല്ലാഹു നമുക്ക് മാറ്റിത്തരുമാറാകട്ടെ. മാരകമായ രോഗങ്ങൾ, നമുക്ക് താങ്ങാൻ കഴിയാത്ത പരീക്ഷണങ്ങൾക്ക് അല്ലാഹു നമ്മളെ വിധേയമാക്കാതിരിക്കട്ടെ. ഒരുപാട് ആളുകൾ, നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, വ്യത്യസ്തങ്ങളായ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. അവർക്കൊക്കെ അല്ലാഹു എളുപ്പത്തിലുള്ള ആജിലായ ശിഫ നൽകുമാറാകട്ടെ. മാരകമായ രോഗങ്ങളുടെ വൈറസുകളോ ആ രീതിയിലുള്ള അണുബാധയോ നമ്മുടെയോ നമ്മുടെ മാതാപിതാക്കളുടെയോ മക്കളുടെയോ ഒക്കെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ അല്ലാഹു അതൊക്കെ ശിഫയാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് ഈ പരിപാടി വിജയിപ്പിക്കാൻ ആവശ്യമായ എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുക്കണമെന്ന് ഒരിക്കൽ കൂടെ സ്നേഹത്തോടുകൂടെ ഉണർത്തുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, അവ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഇതുപോലെയുള്ള പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഫലസ്തീനിൽ ഒരു കൊല്ലം കൊണ്ടാണ് ഏതാണ്ട് 50,000-ഓളം ആളുകളെ, അത് ഔദ്യോഗിക കണക്കാണ്, അതിനേക്കാൾ അപ്പുറം കടക്കുകയായിരിക്കും, നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെട്ടു. കുരിശുയുദ്ധ കാലയളവിൽ 3 ദിവസം കൊണ്ട് ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സയുടെ പരിസരത്ത് 75,000 മുസ്ലിമീങ്ങളെ കൂട്ടക്കൊല ചെയ്ത ചരിത്രം. ഞാൻ പറഞ്ഞത്, പരീക്ഷണങ്ങൾ മുഅ്മിനീങ്ങൾക്ക് ഇന്നും ഇന്നലെയും തുടങ്ങിയത്. സ്റ്റീഫൻ, ആ ചരിത്രങ്ങൾ, കുരിശ് യുദ്ധത്തിന്റെ ആ ഇന്നലകളുടെ ഇരുണ്ട അടയാളങ്ങളെ ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെച്ചപ്പോ ഇന്ന് യന്ത്രത്തോക്കുകളുണ്ട്, എല്ലാ ടെക്നോളജിയും ഉണ്ട്. ഇതൊന്നുമില്ലാത്ത അന്നത്തെ കാലത്ത് പോലും 3 ദിവസം കൊണ്ട് 75,000 മുസ്ലിംകളെ കൊന്നൊടുക്കിയിരുന്നു എന്നാണ്. അന്നത്തെ കുരിശ് യുദ്ധ സൈന്യത്തിന്റെ തലവനായിരുന്ന റൈമണ്ട്, അദ്ദേഹം അതിനുശേഷം മസ്ജിദുൽ അഖ്സയിലേക്ക് പ്രവേശിക്കുമ്പോൾ മസ്ജിദുൽ അഖ്സയിൽ മുട്ടോളം രക്തം തളം കെട്ടി നിൽക്കുന്നു. അദ്ദേഹത്തിന് നടന്നു പോകാൻ കഴിയാത്ത അത്രയും ഉയരങ്ങളിൽ അവിടെ മുഴുവനും മുസ്ലിമുകളുടെ മയ്യത്തുകൾ കുന്നുകൂട്ടിയിട്ടിരുന്നു. ഒരേ സമയം എളുപ്പത്തിൽ കൊല്ലാൻ വേണ്ടിയിട്ട് നീണ്ട കയറിൽ 100 കണക്കിന് ആളുകളെ ഒരേ സമയം അവരുടെ കഴുത്തിലൂടെ കയർ ചുറ്റിയിട്ട് 2 ഭാഗത്തു നിന്നും വലിച്ച് നിമിഷ നേരങ്ങൾ കൊണ്ട് 100 കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയ ക്രൂരതകൾ, തുല്യതയില്ലാത്ത ക്രൂരതകൾ ചരിത്രത്തിൽ അടയാളപ്പെട്ട് കിടക്കുന്നത് കാണാം. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്ര തീക്ഷ്ണമായ പ്രതിസന്ധികളിലൂടെ കടന്നുപോയി. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലുണ്ടായ പരീക്ഷണങ്ങളെ അപേക്ഷിച്ചു നോക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്ത് രോഗങ്ങളും എന്ത് പരീക്ഷണങ്ങളും ഉണ്ടായത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വന്തം പിറന്ന നാട്ടിൽ നിന്ന്
പൊക്കിൽ കൊടി ബന്ധമുള്ള മക്ക എന്ന വിശുദ്ധമായ മണ്ണിൽ നിന്ന് ആ നാട് വിട്ടു പോകേണ്ടി വന്നില്ലേ? യാ മക്ക ഇന്നി അഅലമു അന്നകി ഖൈറു അർളില്ലാഹി വഅഹബ്ബു അർളില്ലാഹി ഇലല്ലാഹ് വലൗലാ അന്നി ഉഖരിജ്തു മിൻകി ലമാ ഖറജ്തു. അവസാനം മക്കയോട് വിട പറയുമ്പോൾ വേദനയോടുകൂടെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട മക്ക, ഇന്നി അഅലമു അന്നകി ഖൈറുല്ലാഹ് അന്നകി ഖൈറു അർളില്ലാഹി വഅഹബ്ബു അർളില്ലാഹി ഇലല്ലാഹ് ലൗലാ അന്നി ഉഖരിജ്തു മിൻകി ലമാ ഖറജ്തു. എനിക്കറിയാം ഈ ഭൂമിയിലെ ഏറ്റവും പരിശുദ്ധമായ നാട് നീയാണ്. ഇവരെന്നെ പോകാൻ നിർബന്ധിക്കുമായിരുന്നില്ലെങ്കിൽ ഈ നാട് വിട്ട് ഞാൻ പോകുമായിരുന്നില്ല, നിന്നെ ഞാൻ പിരിയുമായിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിരഹത്തിന്റെ കണ്ണുനീരൊഴുക്കിയിട്ട് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് പോയത്. അതിന്റെ മുമ്പ് തുല്യതയില്ലാത്ത പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നത്. മക്കയുടെ കഅബയുടെ കില്ലയിൽ ബഹിഷ്കരണ കുറിപ്പ് ഖുറൈശികൾ എഴുതി തൂക്കിയത്. ബനൂ ഹാഷിമിനെയും മുഹമ്മദിനെയും കുടുംബത്തെയും ഒറ്റപ്പെടുത്തണമെന്ന തിട്ടൂരമിറക്കിയത്. ഊരിവിലക്ക് ഏർപ്പെടുത്തപ്പെട്ടത്. അള്ളാഹുവിന്റെ റസൂലിനോട് മിണ്ടരുത്, അവിടുത്തെ കുടുംബത്തോട് മിണ്ടരുത്, മുഹമ്മദിനെ വിശ്വസിച്ച മുഅ്മിനീങ്ങളോട് മിണ്ടരുത്, അവരുമായിട്ട് വിവാഹബന്ധം നടത്തരുത്, അവരുമായിട്ട് കച്ചവട ബന്ധം നടത്തരുത്, അവരെ എല്ലാവരും മാറ്റി നിർത്തണം, ഒറ്റപ്പെടുത്തണം, മരികവൽക്കരിക്കണം എന്നുള്ള ബഹിഷ്കരണ കുറിപ്പുകൾ ഔദ്യോഗികമായി മക്കയുടെ കഅബയുടെ കില്ലയിൽ എഴുതി തൂക്കി. ആരും മിണ്ടാതെയായി. റസൂലുള്ളാഹി ഒറ്റപ്പെട്ടു പോയി. തങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ശിഅബ് അബീ ത്വാലിബിലേക്ക് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏതാണ്ട് 3 വർഷത്തോളം കാലം, ഹിജ്റ പോകുന്നതിന്റെ മുമ്പുള്ള 3 വർഷത്തോളം കാലം ശിഅബ് അബീ ത്വാലിബിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാറി താമസിക്കേണ്ടി വന്നു. അവിടെ ഭക്ഷണം ലഭ്യമല്ല. അങ്ങാടിയിൽ പോയാൽ ആരും ഭക്ഷണം കൊടുക്കൂല, ആരും കച്ചവടം ചെയ്യൂല, ആരും മിണ്ടൂല. രാത്രിയുടെ യാമങ്ങളിൽ കരുണ പറ്റിപ്പോയിട്ടില്ലാത്ത ഏതെങ്കിലും ഖുറൈശി കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും ഒരു ഉണക്ക റൊട്ടി പോയി കൊണ്ടുകൊടുക്കുമ്പോൾ സഹാബത്ത് ആരെങ്കിലും കരിഞ്ഞു നൽകുന്ന ഭക്ഷണത്തിന്റെ ആ ബാക്കി വരുന്ന ഭാഗവുമായി ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് വരും. റസൂലുള്ളാഹി അങ്ങനെ വല്ലതും കിട്ടിയാൽ അത് സഹാബത്തിന് വീതിച്ചു കൊടുക്കും. സഹാബത്തിന് മുഴുവനും വീതിച്ചു കൊടുത്താൽ പിന്നെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തിന് പലപ്പോഴും ഒന്നും ബാക്കിയുണ്ടാകുമായിരുന്നില്ല. സമ്പത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും സോപാനങ്ങളിൽ വിരാജിച്ചിരുന്ന മഹദിയായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹാ ശിഅബ് അബീ താലിബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ദിവസങ്ങളോളം പട്ടിണി കിടക്കേണ്ടി വന്നു. ഫാത്തിമത്തു സഹ്റ പട്ടിണി കിടക്കേണ്ടി വന്നു. മദീനയിലേക്ക് പോയപ്പോഴും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുഭിക്ഷമായ സമ്പൽ സമൃദ്ധിയിൽ ജീവിച്ചിട്ടില്ല. ഒരു വേള ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ ഒരൽപ്പം വിശപ്പിന്റെയും പട്ടിണിയുടെയും ദിവസങ്ങൾക്ക് അറുതിയെന്നോണം ഒരൽപ്പം ഗോതമ്പിന്റെ മാവ് കിട്ടിയപ്പോ മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ അതുകൊണ്ട് പത്തിരി ചുട്ട്. ഒന്നുമില്ല, കുറെ ദിവസങ്ങളായിട്ട് പട്ടിണിയാണ്. ഒരിത്തിരി ഗോതമ്പിന്റെ മാവ് കിട്ടിയപ്പം ഫാത്തിമ റളിയല്ലാഹു അൻഹ അതുകൊണ്ട് പത്തിരി ചുട്ടു. ഒറ്റ പത്തിരി ചുടാനുള്ള മാവേ അത് തികയുമായിരുന്നു. ആ ഒരു പത്തിരി ചുട്ടിട്ട് അതിന്റെ ചെറിയൊരു ഭാഗം തന്റെ മക്കൾക്ക് ഹസനും ഹുസൈനും നൽകിയിട്ട് അതിന്റെ ബാക്കി വന്ന ഒരു പത്തിരിയുടെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ കുടുംബം കഴിച്ച ഒരു പത്തിരിയുടെ ബാക്കി ഭാഗം അത് മുഴുവനും തിന്നാൻ മനസ്സ് വരാതെ തൊട്ടപ്പുറത്ത് ലോകത്തിന്റെ നായകൻ ലൗലാ മുഹമ്മദൻ മാ ഖലഖത്തുസ് സമാവാതി വൽ അർള, എന്റെ പരിശുദ്ധ പ്രവാചകരില്ലായിരുന്നുവെങ്കിൽ ഈ ആകാശഭൂമികളെയും ഈ സൃഷ്ടി പ്രപഞ്ചത്തെയും ഈ ലോകത്തെയും ഞാൻ പടക്കുമായിരുന്നില്ലെന്ന് അല്ലാഹു പരിചയപ്പെടുത്തിയ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദിവസങ്ങളോളമായി പട്ടിണി കിടക്കുന്നത് എന്ന് മനസ്സിലാക്കിയ മഹദിയായ ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹ ഒരു പത്തിരിയിൽ നിന്ന് തന്റെ കുടുംബം കഴിച്ചതിന്റെ ബാക്കി ഭാഗവുമായിട്ട് ഇലാ ഹളറത്തി റസൂലില്ലാഹ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് കടന്നുപോയിട്ട് സലാം പറഞ്ഞുകൊണ്ട് ആദരവായ റസൂലുള്ളാഹിന്റെ നേരെ പത്തിരി നീട്ടിയപ്പോ റസൂലുള്ള ചോദിച്ചു, മകളെ ഇതെവിടെ നിന്നാണ്?
എന്താണ് ഈ നേരത്തെ പത്തിരിയുമായി കടന്നു വന്നതെന്ന് ചോദിക്കുമ്പോ മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അല്പം മാവ് ലഭിച്ചിരുന്നു, അത് ഒരു പത്തിരി മാത്രം ചുടാനുള്ള മാവേ ഉള്ളൂ നബിയെ. അതുകൊണ്ട് പത്തിരി ചുട്ടപ്പോ അത് മുഴുവനായിട്ടും തിന്നാൻ മനസ്സ് വന്നില്ല, അങ്ങേക്ക് നൽകാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞപ്പോ സ്നേഹത്തോടെ സന്തോഷത്തോടെ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമത്തു സഹറ റളിയല്ലാഹു അൻഹയുടെ കരങ്ങളിൽ നിന്ന് ബാക്കി വന്ന പത്തിരിയുടെ ഭാഗങ്ങൾ കഴിച്ച ശേഷം അല്ലാഹുവിനെ ഹംദ് പറഞ്ഞ ശേഷം പടച്ചറപ്പിനെ സാക്ഷി നിർത്തിയിട്ട് മഹദിയായ ഫാത്തിമത്തു സഹറയോട് പറയുന്ന, മോളെ ഫാത്തിമ, അല്ലാഹു തന്നെയാണ് സത്യം. കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് നിന്റെ പിതാവിന്റെ വയറ്റിലേക്ക് ആദ്യമായിട്ട് കടന്നു പോകുന്ന ഭക്ഷണ പദാർത്ഥമാണിത്. കഴിഞ്ഞ 3 ദിവസമായിട്ട് നിന്റെ പിതാവായ എന്റെ വയറ്റിലേക്ക് പ്രവേശിക്കുന്ന ആദ്യത്തെ ഭക്ഷണമാണിതെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മള് പട്ടിണി എന്താണെന്ന് നമ്മൾ അറിഞ്ഞിട്ടില്ല, ദാരിദ്ര്യം എന്താണെന്ന് പുതിയ തലമുറക്ക് അറിയില്ല, കഷ്ടപ്പാടുകൾ എന്താണെന്ന് നമ്മുടെ മക്കൾക്കറിയില്ല. ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും പലപ്പോഴും നിഘണ്ടുവിലെ വാക്കുകൾ മാത്രമായി മാറുമ്പോ മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന്റെ ശേഷം മഹാനായ അലി റളിയല്ലാഹു അൻഹു വിശപ്പ് സഹിക്കവയ്യാതെ വന്നപ്പോ ദാരിദ്ര്യത്തിന്റെയും പട്ടിണിയിലെയും നെരിപ്പോടിലൂടെ കടന്നു പോകുമ്പോ ഒന്നും വീട്ടിലില്ല, ഭക്ഷണം കഴിക്കാനുള്ള ഒരു വകയുമില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകളുടെ പുതിയാപ്ലയാ, ലോകത്തിന്റെ നായകന്റെ പുതിയാപ്ലയായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പട്ടിണി സഹിക്കവയ്യാതെ വന്നപ്പോ എന്താണോ വീട്ടിൽ നിന്ന് പെറുക്കിയെടുത്ത് വിറ്റിട്ട് പണമുണ്ടാക്കാൻ സാധിക്കുക, ഒന്നും വിൽക്കാനുമില്ല, എവിടെ നിന്നും പണം കിട്ടാനുമില്ല. അവസാനം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട അലി ഇബ്നു അബീ താലിബ് മദീനത്തിന്റെ തെരുവിലേക്ക് കടന്നു വന്നിട്ട് തന്റെ കയ്യിലുള്ള വാൾ ഉയർത്തിപ്പിടിച്ചിട്ട് പറയുന്നു, ഈ വാളാരെങ്കിലും വിലക്ക് വാങ്ങുമോ? അലി റളിയല്ലാഹു അൻഹു മദീനത്തെ മാർക്കറ്റിൽ അങ്ങാടിയിൽ വന്നിട്ട് ഒരു വാൾ ഉയർത്തിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഇത് ഞാൻ വിൽക്കുന്നു, ഇതാരെങ്കിലും വിലക്ക് വാങ്ങുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ യുദ്ധങ്ങളിൽ പങ്കെടുത്തപ്പോൾ ഞാൻ ഉപയോഗിച്ച വാളാണ്. എനിക്ക് പട്ടിണിയും എന്റെ വിശപ്പും എന്റെ ദാരിദ്ര്യവും താങ്ങാൻ കഴിയുന്നതിൽ അപ്പുറമായില്ലായിരുന്നുവെങ്കിൽ ഇത് ഞാൻ ഒരിക്കലും വിൽക്കുമായിരുന്നില്ലെന്ന് പറഞ്ഞ് ആ വാള് വിൽപ്പന നടത്തിയിട്ട് വിശപ്പ് മാറ്റാൻ വെമ്പൽ കൊണ്ട മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുൻഗാമികൾ അള്ളാഹുവിന്റെ അരികിൽ ഏറ്റവും സ്വീകാര്യരായിരുന്ന മഹത്തുക്കൾ അത്ര വലിയ പ്രയാസങ്ങളും അത്ര വലിയ കഷ്ടപ്പാടുകളും അഭിമുഖീകരിച്ചവരാണ്. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് കഷ്ടപ്പാടുകളില്ല, ഇന്ന് നമുക്ക് പ്രയാസങ്ങളില്ല. നമ്മൾ ഒരു പക്ഷേ പ്രയാസങ്ങൾ അനുഭവിച്ചപ്പോഴും നമ്മുടെ മക്കളും നമ്മുടെ കുടുംബവും അത് അനുഭവിക്കരുതേ എന്നുള്ള നിർബന്ധ ബുദ്ധി കാരണത്താൽ നമ്മുടെ മക്കൾക്ക് എല്ലാ സന്തോഷങ്ങളും നമ്മൾ നൽകി. അവർക്ക് വേണ്ട ഉടുപ്പ് നമ്മൾ നൽകി, അവർക്ക് വേണ്ട ഭക്ഷണം നമ്മൾ നൽകി, അവർക്ക് വേണ്ട വാഹനം നമ്മൾ നൽകി, അവർക്ക് വേണ്ട പാർപ്പിടങ്ങൾ നമ്മൾ നൽകി. അവരുടെ സന്തോഷത്തിന്റെ മേൽ സന്തോഷം അവർക്ക് തുന്നിച്ചേർത്ത് കൊടുക്കുന്നതിന്റെ ഇടയിൽ നമ്മൾ അറിയാതെ അവരുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കാതെ പോകുന്നുണ്ടോ എന്ന് ഗൗരവത്തോടുകൂടെ നമ്മൾ ചിന്തിക്കേണ്ടതില്ലേ? നമ്മൾ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ദാരിദ്ര്യമൊന്നുമല്ല. ഈ സമുദായം ഇപ്പൊ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഇസ്ലാമിന്റെ ശത്രുക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ശാരീരികമായ പീഡനങ്ങളും മാത്രമല്ല, അതിനേക്കാളപ്പുറം നാം നേരിട്ട് കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണെന്നറിയുമോ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധമായ ഖുർആൻ കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വീകാര്യതയോടുകൂടെ പരിഗണിക്കപ്പെടുന്ന ഗ്രന്ഥമാണ് സഹീഹുൽ ബുഖാരി. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളുടെ ഏറ്റവും വലിയ ആധികാരിക ക്രോഡീകരണമായ സഹീഹുൽ ബുഖാരി റളിയല്ലാഹു അൻഹു.
ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ സഹീഹുൽ ബുഖാരി, ആ സഹീഹുൽ ബുഖാരിയിൽ ഓരോ അധ്യായങ്ങളുണ്ട്. ബാബു ബദ്ഇൽ ഇൽം, ബാബു ബദ്ഇൽ വഹി, വഹിയിന്റെ പ്രാരംഭത്തെ പരാമർശിക്കുന്നത് മുതൽ തുടങ്ങുന്ന വിശുദ്ധമായ ഇസ്ലാമിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളെ അടുക്കും ചിട്ടയോടും കൂടെ മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു തന്റെ സഹീഹുൽ ബുഖാരിയിൽ വ്യത്യസ്തങ്ങളായ ബാബുകളായി, കിതാബുകളായി ക്രോഡീകരിച്ചത് കാണാം. ആ സഹീഹുൽ ബുഖാരിയിൽ ഒരു ഭാഗം എന്ന് പറയുന്നത് കിതാബുൽ ഫിത്തൻ, ലോകത്ത് നടക്കാനിരിക്കുന്ന ഫിത്നകളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരാമർശിച്ച ഹദീസുകളാണ്. കിതാബു സൗം, കിതാബു സ്വലാത്ത്, കിതാബുൽ ഹജ്ജ്, ഓരോ ഭാഗങ്ങളായി അടുക്കി വെച്ചിരിക്കുന്ന അതിന്റെ ഉള്ളടക്കങ്ങളിൽ സഹീഹുൽ ബുഖാരിയുടെ ഒരു ഭാഗം കിതാബുൽ ഫിത്തൻ, ലോകത്ത് നടക്കാനിരിക്കുന്ന ഫിത്നകളെ കുറിച്ച് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തു പറഞ്ഞു, ആ ഹദീസുകളാണ് ആ ഭാഗങ്ങളിൽ വരുന്നത്. സഹീഹുൽ ബുഖാരിയിലെ കിതാബുൽ ഫിത്തനിലെ ഒരു അധ്യായത്തിന്റെ പേര് ബാബു ലാ തഖൂമു സഅതു ഹത്താ യമുറ റജുലു ബിഖബരി റജുലി. ഒരു അധ്യായത്തിന്റെ പേര് അങ്ങനെയാ. മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സഹീഹുൽ ബുഖാരിയിലെ കിതാബുൽ ഫിത്തനിൽ ചേർത്തി വെച്ചിരിക്കുന്ന, കോറിയിട്ടിരിക്കുന്ന ഒരു അധ്യായത്തിന്റെ പേര് ബാബു ലാ തഖൂമു സഅതു ഹത്താ യമുറ റജുലു ബിഖബരി റജുലി. എന്താ അതിന്റെ അർത്ഥം? ഒരു മനുഷ്യന്റെ ഖബറിന്റെ അരികിലൂടെ വേറൊരാൾ നടന്നു പോകുന്നത് വരെ ലോകാവസാനം സംഭവിക്കുകയില്ല എന്ന അധ്യായം. എങ്ങനെ? ഒരു മനുഷ്യന്റെ ഖബറിന്റെ അരികിലൂടെ വേറൊരാൾ നടന്നു പോകുന്നത് വരെ ലോകം അവസാനിക്കുകയില്ല എന്ന ശീർഷകം. ആ ശീർഷകത്തിന്റെ താഴെയുള്ള ആദ്യത്തെ ഹദീസ് മഹാനായ ഇമാം ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസാണ്. ആദ്യത്തെ ഹദീസ് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ അവിടുത്തെ ഊണിലും ഉറക്കിലും ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും ചേർന്ന് നിന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് നൂറുകണക്കിന് ഹദീസുകൾ ഒപ്പിയെടുത്ത, ലോകത്തിന് കൈമാറിയ മഹാനായ സഹാബിയായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അവരൊക്കെ വിശുദ്ധമായ ദീന് സ്വീകരിക്കാൻ, ഇൽമ പഠിക്കാൻ അവരുടെ ജീവിതത്തെ തന്നെ മാറ്റിവെക്കുകയായിരുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ കാണാം, പട്ടിണിയും പരിവട്ടത്തിലും വലിയ പ്രയാസത്തിലായിരുന്ന മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ദരിദ്രനായ സഹാബിയായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അഹ്ലുസ് സുഫത്തിന്റെ കൂട്ടത്തിൽപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മസ്ജിദുൻ നബവിയുടെ വാതിൽ പടിക്കൽ, ഉമ്മറ പടിക്കൽ, പലപ്പോഴും മസ്ജിദുൻ നബവിയുടെ വരാന്തയിൽ അർദ്ധബോധാവസ്ഥയിൽ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കിടക്കാറുണ്ടായിരുന്നു എന്നാണ്. അപ്പൊ പള്ളിയിലേക്ക് വരുന്ന സഹാബികൾ, ആളുകൾ ഇങ്ങനെ പള്ളിയിലേക്ക് വരുമ്പോ ആളുകൾ പറയും, അബൂ ഹുറൈറക്ക് എന്തോ ചിത്തഭ്രമം പറ്റിയതാണോ, എന്താ ഇങ്ങനെ ഇവിടെ കിടന്ന് നിരങ്ങുന്നത്, ഇങ്ങനെ ശബ്ദമുണ്ടാക്കുന്നത് എന്ന് പലരും ഇങ്ങനെ പറയുമായിരുന്നത്രേ. അബൂ ഹുറൈറ പറയുന്നു, എനിക്കൊരു ചിത്തഭ്രമവും വന്നതല്ല, വല്ലാഹി സത്യം, വിശപ്പ് സഹിക്കവയ്യാതെ ഞാൻ തളർന്ന് മദീനത്തെ ഉമ്മറപ്പടിക്കൽ കടന്നു പോകുന്നതാണ്. പലപ്പോഴും വിശപ്പ് സഹിക്കവയ്യാതെ പട്ടിണിയുടെയും ദാരിദ്ര്യത്തിന്റെയും നീർക്കയത്തിലൂടെ തന്റെ ജീവിതത്തെ കഴിച്ചു കടത്തിയ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മസ്ജിദുൻ നബവിയുടെ ഓരത്ത് തളർന്നു വീണ് കിടക്കാറുണ്ടായിരുന്നു. ആ പട്ടിണിയിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആദരങ്ങളിൽ നിന്ന് ഉതിർന്നു വീഴുന്ന വചനാമൃതങ്ങളെ തന്റെ ഹൃദയങ്ങളിലേക്ക് കൊത്തിയെടുത്ത് മുസ്ലിം സമുദായത്തിന്, ലോകത്തിന് വേണ്ടി സമ്മാനിച്ച മഹാനായ സഹാബിയായ അബൂ ഹുറൈറ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, قال رسول الله صلى الله عليه وسلم لا تقوم الساعة حتى يمر الرجل بقبر الرجل فيقول يا ليتني كنت مكانا. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്,
ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ലോകത്തിന്റെ നായകൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ലാ തഖൂമുസ്സാഅ, ഈ ലോകം അവസാനിക്കുകയില്ല, ആകാശം പൊട്ടിപ്പിളരുകയില്ല, നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുകയില്ല, ഭൂമി പ്രകമ്പനം കൊള്ളുകയില്ല, ഹത്താ യമുറ റജുലു ബിഖബരി റജുലി, ഒരു മനുഷ്യൻ, ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഖബറിന്റെ മീസാൻ കല്ലിന്റെ അരികിലൂടെ നടന്നു പോകുന്നത് വരെ. ലാ തഖൂമുസ്സാഅതു ഹത്താ യമറ റജുലു ബിഖബരി റജുലി ഫയഖൂൽ യാ ലൈതനി കുൻതു മകാനാ. ഒരു മുഅ്മിനായ മനുഷ്യന്റെ അതിപുരാതനമായ ഒരു ഖബറിന്റെ അരികിലൂടെ മറ്റൊരു മുഅ്മിനായ മനുഷ്യൻ നടന്നു പോകുന്ന കാലം വരുന്നത് വരെ ആ ഖബറിന്റെ മീസാൻ കല്ല് കാണുന്ന വേളയിൽ ഫയഖൂൽ, നടന്നു പോകുന്ന ഈ മുഅ്മിനായ മനുഷ്യൻ പറയുമത്രേ, യാ ലൈതനി കുൻതു മകാനാ, അല്ലാഹുവേ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ച് മണ്ണായി കിടക്കുന്ന ഈ മനുഷ്യന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലാഹ്. ഒരു ഖബറിന്റെ അരികിലൂടെ ഒരു മുഅ്മിനായ മനുഷ്യൻ ഇങ്ങനെ നടന്നു പോകും. അയാൾ ഇങ്ങനെ നടന്നു പോകുമ്പോ ഈ ഖബർ കാണുമ്പോ അയാൾ അറിയാതെ പറഞ്ഞു പോകും, യാ ലൈതനി കുൻതു മകാനാ, മരിച്ച് മണ്ണായി കിടക്കുന്ന ഈ മനുഷ്യന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലാഹ് എന്നൊരാള് പറയുന്ന കാലം വരുന്നത് വരെ ഈ ലോകം അവസാനിക്കില്ല. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ലോകം അവസാനിക്കുന്നതിന്റെ മുമ്പ് അങ്ങനെ ഒരു കാലം വരുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ അധ്യായം കിതാബുൽ ഫിത്തനിലാണ്. കുഴപ്പങ്ങളെ കുറിച്ച്, പ്രശ്നങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായത്തിലാണ് ഈ ഹദീസ് മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു കൊണ്ടുവരുന്നത്. ഇതും ഈ വിഷയവും തമ്മിൽ എന്താ ബന്ധം? ഈ വിഷയവും ഈ ഹദീസും തമ്മിൽ എന്താ ബന്ധം? ഒരാൾ ഖബറിന്റെ അരികിലൂടെ നടന്നു പോകുന്നു. ആ ഖബർ കാണുമ്പോൾ ഇയാൾ വിളിച്ചു പറയും, യാ ലൈതനി കുൻതു മകാനാ, പടച്ചോനെ ഇയാളെ സ്ഥാനത്ത് ഞാനായാ മതിയായിരുന്നു, ഞാൻ മുമ്പെന്നോ മരിച്ചുപോയ ആളായാ മതിയായിരുന്നു എന്ന് ഇയാൾ അറിയാതെ ആഗ്രഹിക്കുകയും പറയുകയും ചെയ്യും. അങ്ങനെ ഒരു കാലം വന്നിട്ടേ ഈ ലോകം അവസാനിക്കുകയുള്ളൂ എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസ് വലിയ ചർച്ചകൾക്കും വിശദീകരണങ്ങൾക്കും വിധേയമായ ഹദീസാണ്. എന്താണ് റസൂലുള്ളാഹി, ഏത് കാലത്തെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിലൂടെ പ്രതിഫലിപ്പിക്കാൻ ശ്രമിക്കുന്നത്? ഏത് കാലത്തിലേക്കാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരലി ചൂണ്ടുന്നത്? സഹീഹുൽ ബുഖാരിക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും പ്രബലമായ ആധികാരിക വ്യാഖ്യാനം എഴുതിയ മഹാനായ ഹാഫിൽ ഇബ്നു ഹജറിൽ അസ്ഖലാൻ റളിയല്ലാഹു അൻഹു തന്റെ ഫത്ഹുൽ ബാരിയിൽ ഈ ഹദീസിനും വളരെ കൃത്യമായ വിശദീകരണം നൽകുന്നുണ്ട്. മഹാനായ ഇബ്നു ഹജറിൽ അസ്ഖലാൻ റളിയല്ലാഹു അൻഹു പറയുന്നത് വലിയ കൗതുകവും അത്ഭുതവുമാണ് ഈ ഹദീസ് എന്നാണ്. വളരെ ഗൗരവമുള്ള എന്നാലോ അർത്ഥഗഹനമായ വളരെ വിശാലമായ തലങ്ങളിലേക്ക് സൂചന നൽകുന്ന മഹത്തായ ഹദീസാണ് ഈ ഹദീസ്. എന്നിട്ട് അവര് പറയാണ്, എന്താ ഇപ്പൊ ഹദീസിന്റെ പ്രത്യക്ഷത്തിലുള്ള അർത്ഥം? ഒരാൾ ഖബറിന്റെ അടുത്തൂടെ അങ്ങനെ പോകുന്നു. അപ്പൊ അയാള് ഖബർ കാണുമ്പോ അയാള് പറയാണ്, പടച്ചോനെ ഞാൻ എന്നോ മരിച്ചു, ഇയാളെ സ്ഥാനത്ത് ഞാനായാ മതിയായിരുന്നു. അപ്പൊ ഒരു മനുഷ്യൻ മരണത്തെ ആഗ്രഹിക്കുന്നു. ഒരു മനുഷ്യൻ മരണത്തെ ആഗ്രഹിക്കുന്നു. മനുഷ്യൻ മരണത്തെ ആഗ്രഹിക്കുമോ? മരണവും മനുഷ്യനും തമ്മിൽ എന്ത് ബന്ധമാണ്? സയൻസും ലോകവും എന്നും ആലോചിച്ചു കൊണ്ടേയിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്നും സ്വപ്നം കാണുന്നത് ഈ മരണത്തിൽ നിന്ന് എങ്ങനെ കുതറി മാറാമെന്നതിനെ കുറിച്ചാണ്. ലോകത്തെ ചില യൂറോപ്യൻ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ചില വികസിത രാജ്യങ്ങളിൽ ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അയാളുടെ ശരീരത്തിലെ ജലാംശത്തെ മുഴുവനും ഊറ്റിക്കളഞ്ഞ് നിർജ്ജലീകരണം നടത്തി പ്രത്യേകമായ രീതിയിൽ രാസവസ്തുക്കളുടെ അകമ്പടിയോടുകൂടെ കേടുപാടുകൾ പറ്റാതെ ഫ്രീസറുകളിൽ സൂക്ഷിക്കുന്ന സംവിധാനങ്ങളുണ്ട്.
ലക്ഷക്കണക്കിന് ഡോളറുകൾ നൽകിയാൽ ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അയാളുടെ ശരീരത്തെ കേടുപാടുകൾ സംഭവിക്കാത്ത രീതിയിൽ വർഷങ്ങളോളം സൂക്ഷിച്ചു വെക്കാനുള്ള ഫ്രീസറുകൾ ഇന്ന് ലോകത്തുണ്ട്. എന്തിനാണെന്നറിയുമോ? ഏതെങ്കിലും നാനോ ടെക്നോളജിയെ ഈ സയൻസിന്റെ ലോകം വികസിപ്പിച്ചെടുത്തിട്ട് മനുഷ്യന് വീണ്ടും ജീവൻ തിരിച്ചു നൽകാൻ കഴിയുന്ന എന്തെങ്കിലും സംവിധാനം, പ്രത്യേകിച്ച് AI-യുടെ കാലഘട്ടത്തിലാണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലഘട്ടത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ നാരോ ഇന്റലിജൻസിന്റെ കാലത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഒരു 10-20 വർഷങ്ങൾ കഴിയുമ്പോൾ ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസിന്റെ കാലമാണ് വരാനുള്ളതെന്നാണ്. ഒരു 50 വർഷം കൂടെ കഴിയുമ്പോഴേക്ക് ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇന്റലിജൻസിന്റെ കാലം, സൂപ്പർ ആനിമലായ മനുഷ്യനെ പോലും വെല്ലുന്ന, മനുഷ്യന്റെ വിചാരങ്ങളെ കടത്തിവെട്ടി മനുഷ്യനെ അപ്രസക്തമാക്കുന്ന രീതിയിലേക്ക് ശാസ്ത്ര സാങ്കേതിക രംഗങ്ങൾ വികാസം പ്രാപിക്കുമെന്നൊക്കെയുള്ള പ്രവചനങ്ങൾ നടക്കുന്ന ഈ കാലത്ത് ലോകം ആഗ്രഹിക്കുകയാണ്, അല്ലെങ്കിൽ മനുഷ്യൻ തേടുകയാണ്, എന്നെങ്കിലും ശാസ്ത്രം വികാസം പ്രാപിച്ചിട്ട് ചേതനയറ്റുപോയ ഒരു മൃതശരീരത്തിലേക്ക് വീണ്ടും ആത്മാവിനെ, ജീവന്റെ തുടിപ്പിനെ സന്നിവേശിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ എന്നോ മരിച്ചുപോയ ആളുകൾക്ക്, അല്ലെങ്കിൽ ഇക്കാലങ്ങളിൽ മരിക്കുന്നവർക്ക് എന്നെങ്കിലും സയൻസ് പുരോഗതിയുടെ പുരോയാനത്തിന്റെ പടവുകൾ താണ്ടിക്കടക്കുകയാണെങ്കിൽ ആ കാലഘട്ടത്തിൽ ഫ്രീസറുകളിൽ നിന്ന് വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള വ്യാമോഹത്തോടുകൂടെ, ആഗ്രഹത്തോടുകൂടെ ലക്ഷക്കണക്കിന് ഡോളറുകൾ നൽകിയിട്ട് തങ്ങളുടെ ശരീരങ്ങളെ അത്തരത്തിൽ സൂക്ഷിക്കാനുള്ള സംവിധാനങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ സന്നദ്ധരായ ആളുകൾ ജീവിക്കുന്ന ലോകത്താണ് നാം ഇത് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. എല്ലാ കാലത്തുള്ള മനുഷ്യന് മരണത്തെ പേടിയാണ്. BC 3-ാം നൂറ്റാണ്ടിൽ ചൈനയിൽ ഭരണം നടത്തിയ ഭരണാധികാരിയുടെ പേരാണ് ചിങ്ഷി ഹുവാങ്. ഒരുപക്ഷെ ചൈന വൻമതിലിന്റെ ആദ്യ രൂപം ആ രീതിയിൽ തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത് ചിങ്ഷി ഹുവാങ് എന്ന ഈ രാജാവിന്റെ കാലഘട്ടത്തിലാണെന്ന് ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. BC 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ചിങ്ഷി ഹുവാങ് അദ്ദേഹം ചൈനയുടെ ഏകഛത്രാധിപതിയായ ഭരണാധികാരിയാണ്. എല്ലാ സൗകര്യങ്ങളും അയാൾക്കുണ്ട്. ആകാശത്തിന്റെ താഴെ അന്നത്തെ സംവിധാനങ്ങൾ അനുസരിച്ചുകൊണ്ട് ലോകത്ത് ലഭ്യമായിരുന്ന എല്ലാ സന്തോഷങ്ങളും അയാൾക്കുണ്ട്. രത്നഖചിതമായ സിംഹാസനമുണ്ട്, പട്ടിന്റെ പരവതാനികളുണ്ട്, പട്ടിന്റെ മെത്തയുണ്ട്, വെഞ്ചാമരം വീശിക്കൊടുക്കാൻ തന്റെ തോഴിമാരരികിലുണ്ട്. ഏത് ലോകവും കീഴടക്കാൻ യോഗ്യരായ പടയാളികളും പട്ടാളക്കാരുമുണ്ട്. ആഗ്രഹങ്ങൾ മുഴുവനും സഫലീകരിച്ചു കൊടുക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. പക്ഷേ രത്നഖചിതമായ തന്റെ സിംഹാസനത്തിൽ ആസനസ്ഥനായിരിക്കുമ്പോഴും അദ്ദേഹത്തിന് സമാധാനം കിട്ടുന്നില്ല. ഒരു അസ്വസ്ഥത ഉള്ളിൽ നിന്ന് തികട്ടി വരികയാണ്. കിടന്നുറങ്ങുന്ന ഉറക്കിന് പൂർണ്ണമായ സംതൃപ്തി കിട്ടാതെ വീണ്ടും ഞെട്ടി ഉണർന്നു പോവുകയാണ്. ഒരു മനുഷ്യൻ ആ എല്ലാ സന്തോഷങ്ങളും സൗകര്യങ്ങളും കിട്ടുമായിരുന്ന ഒരു ഭരണാധികാരിയുടെ ഉറക്കം നഷ്ടപ്പെടുത്തുന്ന ഒരു ആലോചന എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് ഞാൻ ഇരിക്കുന്ന സിംഹാസനം, ഈ സിംഹാസനത്തിൽ എനിക്ക് മുമ്പ് പലരും ഇരുന്നിരുന്നു, എന്റെ മുൻഗാമികൾ. അവരിന്ന് എവിടെയാണുള്ളത്? അവർക്ക് ഈ അധികാരത്തിന്റെ ചെങ്കോലുണ്ടായിരുന്നു, അവർക്ക് ഈ സമ്പൽ സമൃദ്ധി ഉണ്ടായിരുന്നു, അവർക്ക് ഈ എല്ലാ വിധത്തിലുള്ള സുഖലോലുപതയും ഉണ്ടായിരുന്നു. പക്ഷേ അവരുടെ സുഖലോലുപതക്ക് അല്പായുസ് മാത്രമായി ജീവിതത്തിന്റെ കൃത്യമായ ചില അകലങ്ങളിൽ അവരെത്തിയപ്പോൾ അവർ കേവലം മണ്ണിട്ട ഓർമ്മകൾ മാത്രമായി ചരിത്രത്തിൽ നിന്ന് ദയനീയമായി കാലത്തിന്റെ യവനികക്ക് പിറകിലേക്ക് അവർ തിരിഞ്ഞു നടക്കേണ്ടി വന്നുവെങ്കിൽ എന്റെ ജീവിതത്തിനും അല്പായുസ് മാത്രമായിരിക്കുമല്ലോ, എന്റെ ഈ ആസ്വാദനങ്ങൾക്ക് അറുതി വരുമല്ലോ, ഞാൻ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകേണ്ടി വരുമല്ലോ. മരണമെന്ന് പറയുന്ന ആ സത്യത്തിന് ഞാനും ഈ ലോകത്ത് ഒരു നാൾ വിധേയമാകുമല്ലോ എന്നാലോചിക്കുമ്പോൾ രാജാവിന്റെ സമാധാനം നഷ്ടപ്പെടുകയാണ്. അയാൾ കൊട്ടാരത്തിലുള്ള എല്ലാവരെയും വിളിച്ചു വരുത്തി, തന്റെ കിങ്കരന്മാരെ വിളിച്ചു വരുത്തി, ആ നാട്ടിലുള്ള മുഴുവൻ വൈദ്യന്മാരെയും വിളിച്ചു വരുത്തി, വിശുദ്ധരന്മാരെ മുഴുവനും തന്റെ കൊട്ടാര സന്നിധിയിൽ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, ഇന്നു മുതൽ ഞാൻ നിങ്ങളെ ഒരു ദൗത്യം ഏൽപ്പിക്കാൻ പോവുകയാണ്. മരിക്കാതിരിക്കാനുള്ള മരുന്ന് കണ്ടെത്തണം. എനിക്ക് അമരത്വം വേണം. ഈ ലോകത്ത് നാശമില്ലാതെ, മരണമില്ലാതെ
എന്നും ഇങ്ങനെ ജീവനോടുകൂടെ നിലനിൽക്കാൻ എന്താണോ സേവിക്കേണ്ടത്, എന്ത് ഔഷധമാണോ, എന്ത് സിദ്ധ ഔഷധമാണോ, അത് ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും നിങ്ങൾ എനിക്ക് അത് സന്നിവേശിപ്പിച്ച് തരണം, എനിക്കത് സംവിധാനിച്ചു തരണം എന്ന രാജകൽപ്പന പുറപ്പെടുവിക്കുകയാണ്. ലബോറട്ടറികളിൽ, അന്നത്തെ പരീക്ഷണശാലകളിൽ രാജാവിന് മരിക്കാതിരിക്കാനുള്ള മരുന്നിന്റെ ചേരുവകളെ കുറിച്ചുള്ള ആലോചനകളും പഠനങ്ങളും ഗവേഷണങ്ങളും നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ദിവസങ്ങളും മാസങ്ങളും ഇങ്ങനെ കടന്നു പോകുന്നതിന്റെ ഇടയിൽ ഓരോ ദിവസം കഴിയുന്തോറും തന്റെ മരണം തന്നെ തേടി എത്തുമോ എന്നുള്ള ആലോചന രാജാവിനെ പിന്നെയും പിന്നെയും അസ്വസ്ഥനാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഗ്രീക്ക് മിത്തോളജിയിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന ഒരു പഴത്തെക്കുറിച്ച് രാജാവ് കേൾക്കുന്നത്. ഗ്രീക്ക് മിത്തോളജിയിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന ഒരു പഴം, ബംഗ്ലായി പർവ്വതത്തിന്റെ മുകളിൽ വളരുന്ന ഒരു പഴം, ബംഗ്ലായി പർവ്വതത്തിന്റെ മുകളിലുള്ള വൃക്ഷത്തിൽ കായ്ക്കുന്ന ഒരു പഴം. ആ പഴം കഴിച്ചാൽ ഒരിക്കലും മരിക്കാതെ ഈ ലോകത്ത് എന്നെന്നും ജീവിക്കാൻ കഴിയുമെന്ന ഒരു ഐതിഹ്യം മാത്രമായിരുന്നു അത്. പക്ഷേ കേട്ടവാദി കേൾക്കാത്തവാദി തന്റെ ഭടന്മാരെ മുഴുവനും വിളിച്ചു വരുത്തിയിട്ട് ആ ദ്വീപിലുള്ള ബംഗ്ലായി പർവ്വതത്തിൽ വളരുന്ന പഴം നിങ്ങൾ ഉടനെ തന്നെ കൊണ്ടുവരണമെന്ന് രാജകൽപ്പന പുറപ്പെടുവിച്ചപ്പോൾ രാജാവിന്റെ തിട്ടൂരത്തിന് വശംബദരായിക്കൊണ്ട് മനമില്ലാ മനമോടുകൂടെ തന്റെ അനുയായികൾ, രാജാവിന്റെ ഭടന്മാര് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക്, ആ ദ്വീപിലേക്ക് ആ പഴം പറിക്കാനുള്ള ഉദ്യമത്തിന് വേണ്ടി പോയി. പക്ഷേ അങ്ങനെ ഒരു പർവ്വതവുമില്ല, അങ്ങനെ ഒരു പഴവുമില്ല. അത് കേവലം ഐതിഹ്യം മാത്രമാണ്. പക്ഷേ മരുന്നില്ലാതെ വീണ്ടും രാജ്യത്തേക്ക്, നാട്ടിലേക്ക് തിരിച്ചു പോയാൽ രാജകോപമുണ്ടാകുമോ എന്ന് ഭയപ്പെട്ടിട്ട് അവരേതൊക്കെയോ നാട് വിട്ടുകൊണ്ട് വ്യത്യസ്തങ്ങളായ രാജ്യങ്ങളിലേക്കും ദേശങ്ങളിലേക്കും പോയി. രാജാവ് തന്റെ ആലോചനക്ക് അറുതി വരുത്തിയില്ല. അയാള് പിന്നെയും പിന്നെയും പല മരുന്നുകൾ മാറി മാറി സേവിച്ചു. തന്റെ കൊട്ടാരത്തിലുള്ള വൈദ്യന്മാര് നൽകുന്ന പല രീതിയിലുള്ള മരുന്ന് സേവിച്ചു. മരിക്കാതിരിക്കാനുള്ള മരുന്നിനെ കുറിച്ച് നിരന്തരമായി ആലോചിച്ചു. അവസാനം ഏതോ ഒരു വൈദ്യൻ നിർദ്ദേശിച്ച അമരത്വം നേടിയെടുക്കാനുള്ള മരുന്ന് കഴിച്ചപ്പോൾ ആ മരുന്നിലുള്ള മെർക്കുറിയുടെ വിഷാംശം തന്റെ ശരീരത്തിൽ കലർന്ന് 53-ാമത്തെ വയസ്സിൽ മരിക്കാതിരിക്കാൻ ഏതൊരു മരുന്നായിരുന്നോ കഴിച്ചത്, അതേ മരുന്ന് തന്നെ തന്റെ മരണത്തിന് കാരണമായി 53-ാമത്തെ വയസ്സിൽ കാലയവനികക്കുള്ളിലേക്ക് മറഞ്ഞുപോയ ചിങ്ഷി ഹുവാങ് ലോകത്തെ മനുഷ്യന്റെ ജീവിതത്തോടുള്ള ഭ്രമത്തിന്റെയും പ്രമത്തതയുടെയും ഏറ്റവും വലിയ ഉദാഹരണമാണ്. അത് മനുഷ്യന്റെ ജീവിതത്തോടുള്ള അഭിലാഷമാണ്. എന്നെന്നും ജീവിക്കാനുള്ള മനുഷ്യന്റെ ഒടുങ്ങാത്ത ആഗ്രഹമാണ്. എല്ലാ മനുഷ്യരും അങ്ങനെയാണ്. അവസാനം കോമാ സ്റ്റേജിൽ എത്തുമ്പോൾ പോലും, ICUവിലാകുമ്പോൾ പോലും ഒരു ദിവസം കൂടെ നീണ്ടു കിട്ടും. ഈ മനുഷ്യൻ ഇയാൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സമ്പൽ സമൃദ്ധി മുഴുവൻ നൽകാൻ തയ്യാറായാൽ, ബാങ്ക് ബാലൻസ് മുഴുവനും ഹോസ്പിറ്റലിൽ അടക്കാൻ ഒരുക്കമായാൽ, ഒരു ദിവസത്തെ ആയുസ് കൂടെ ചിലപ്പം കിട്ടിയേക്കുമെന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ എന്റെ സമ്പത്ത് മുഴുവനും വിറ്റിട്ടാണെങ്കിലും, എന്റെ സമ്പാദ്യങ്ങൾ മുഴുവൻ ആർക്കു വേണ്ടി എഴുതി കൊടുത്തിട്ടാണെങ്കിലും എനിക്കൊരു ദിവസമെങ്കിൽ ഒരു ദിവസം മരണത്തിന്റെ കരാളഹസ്തങ്ങളിൽ നിന്ന് കുതറി മാറി നിൽക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കും. മഹദിയായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറഞ്ഞല്ലോ, കുല്ലുനാ നക്റഹുൽ മൗത യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ തിരുദൂതരെ, ഞങ്ങളൊക്കെ മരണത്തെ വെറുക്കുന്നവരാണ് നബിയേ. ആരാ മരണത്തെ വെറുക്കാത്തവര്? മരണം മനുഷ്യന് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത അതിവേദനാജനകമായ സത്യമാണ്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ വന്നിട്ട് ഒരാൾ പറഞ്ഞല്ലോ, ഇന്നി അക്റഹുൽ ഹഖ, എനിക്ക് ഹക്കിനോട് വലിയ വെറുപ്പാണ്. ഉടനെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ആ മനുഷ്യനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കാൻ പറഞ്ഞു. വേറെ 2-3 കാര്യം കൂടെ അയാൾ പറഞ്ഞിട്ടുണ്ട്. സമയദൈർഘ്യം ഭയപ്പെട്ട് അതിലേക്ക് കടക്കുന്നില്ല. അതിൽ ഒന്ന് പറഞ്ഞത് ഇന്നി അക്റഹുൽ ഹഖ, ഞാൻ ഹക്കിനെ വെറുക്കുന്നു. ഇതിന്റെ പേരിൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ മനുഷ്യനെ ജയിലിലടച്ചു. ഈ വാർത്ത അലി ഇബ്നു അബീ താലിബ് കേട്ടു. ഹക്കിനെ വെറുക്കുന്നു എന്ന് പറഞ്ഞതിന്റെ പേരിൽ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു മനുഷ്യനെ ജയിലിൽ അടച്ചിട്ടുണ്ട്. അന മദീനത്തുൽ ഇൽമി വഅലിയുൻ ബാബുഹാ, ഞാൻ ഇൽമിന്റെ പട്ടണമാണെങ്കിൽ ആ വൈജ്ഞാനിക നഗരിയിലേക്ക് കടന്നു വരാനുള്ള കവാടമാണ് എന്റെ അലി ഇബ്നു അബീ താലിബ് എന്ന പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അലി ഇബ്നു അബീ താലിബ് മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു, ഹബസ്തഹു ദുൽമാ, അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ അന്യായമായിട്ടാണ് ആ മനുഷ്യനെ തുറുങ്കിലടച്ചത്. ആ മനുഷ്യൻ നിരപരാധിയാണ്. അയാൾ പറഞ്ഞത് സത്യമാണ്.
ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അത്ഭുതത്തോടു കൂടെ പറഞ്ഞു, അലി അയാൾ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? അയാൾ പറഞ്ഞത് ഇന്നി അക്റഹുൽ ഹഖ, ഹഖിനെ വെറുക്കുമെന്നാണ്. ഞാൻ ഹഖിനെ വെറുക്കുന്നു എന്നാണ് അയാൾ പറഞ്ഞത്. അയാളെ പിന്നെ അറസ്റ്റ് ചെയ്യണ്ടേ? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ലേ, വജാഅത് സക്റത്തുൽ മൗതി ബിൽ ഹഖ്, വജാഅത് സക്റത്തുൽ മൗതി ബിൽ ഹഖ്, മരണമെന്ന യാഥാർത്ഥ്യം, മരണമെന്ന ഹഖ്, മരണമെന്ന യാഥാർത്ഥ്യം നിങ്ങൾക്ക് വന്നു ചേരുക തന്നെ ചെയ്യും എന്ന് ഖുർആൻ പറഞ്ഞില്ലേ? ആ മരണമെന്ന ഹക്കിനെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരിക്കലും മാറ്റിവെക്കാൻ കഴിയാത്ത മരണമെന്ന ഹക്കിന് വെറുക്കുന്നു എന്നാണ് അയാൾ പറഞ്ഞതിന്റെ ഉദ്ദേശ്യം. ആരാ മരണത്തെ വെറുക്കാത്തത്? നമ്മളൊക്കെ മരണത്തെ വെറുക്കുന്നവരല്ലേ? കുല്ലുനാ നക്റഹുൽ മൗത യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങളൊക്കെ മരണത്തെ വെറുക്കുന്നവരാണ്. ഒരു മനുഷ്യനും മരണത്തെ താല്പര്യപ്പെടില്ല. കാരണം മരണം അത്രമാത്രം അൽ മൗതു മിൻ അഅ്ളമിൽ മസായിബ്, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അയാൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഏറ്റവും വലിയ മുസീബത്ത് മരണമാണ്. നമുക്കുണ്ടായ രോഗങ്ങളൊന്നും പ്രയാസങ്ങളല്ല, നമുക്കുണ്ടായ നഷ്ടങ്ങളൊന്നും പ്രയാസങ്ങളല്ല, നമ്മൾ അനുഭവിച്ചതൊന്നും പ്രയാസങ്ങളല്ല. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, ഉമ്മമാരെ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നാം അഭിമുഖീകരിക്കാൻ പോകുന്ന ഏറ്റവും വലിയ മുസീബത്ത് എന്റെയും നിങ്ങളുടെയും മരണമാണ്. അല്ലാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ. ഇന്നൽ മലായികത ലതക്തനിഫുൽ അബ്ദ വതഹ്ബസുഹു ലൗലാ ദാലിക ലകാന യഅദു ഇല സഹാറ വൽ ബറാരി. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യന്റെ മരണത്തിന്റെ സമയം എത്തിക്കഴിഞ്ഞാൽ, എന്റെയും നിങ്ങളുടെയും മരണത്തിന്റെ വേള എത്തിക്കഴിഞ്ഞാൽ, ഇന്നൽ മലായികത ലതക്തനിഫുൽ അബ്ദ വതഹ്ബസുഹു, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒരു കൂട്ടം മലക്കുകൾ വന്നിട്ട് മരണക്കിടക്കയിലുള്ള ഈ മനുഷ്യന്റെ കൈകാലുകൾ പിടിച്ചു വെക്കുമത്രേ. അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നിട്ട് ഈ മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ പറിച്ചെടുക്കുന്നതിന്റെ മുമ്പായി ഇന്നൽ മലായികത ലതക്തനിഫുൽ അബ്ദ വതഹ്ബസുഹു, മരിക്കാൻ കിടക്കുന്ന ഈ മനുഷ്യന്റെ കൈകാലുകളെ അല്ലാഹുവിന്റെ ഒരു കൂട്ടം മലക്കുകൾ വന്ന് പിടിച്ചു വെക്കും. ലൗലാ ദാലിക ലകാന യഅദു ഇല സഹാറാ വൽ ബറാരി. ഇവരെങ്ങാനും അങ്ങനെ പിടിച്ചു വെച്ചില്ലായിരുന്നുവെങ്കിൽ, ഈ മലക്കുകളെങ്ങാനും ഈ മനുഷ്യന്റെ കൈകാലുകളെ പിടിച്ചു വെച്ചില്ലായിരുന്നുവെങ്കിൽ, ലകാന യഅദു ഇല സഹാറാ വൽ ബറാരി. മരണത്തിന്റെ വേദന സഹിക്കവയ്യാതെ ശരീരത്തിൽ നിന്ന് അസ്രായീൽ റൂഹ് പിടിച്ചെടുക്കുമ്പോഴുള്ള വേദന സഹിക്കവയ്യാതെ മരിക്കാൻ കിടക്കുന്ന ഈ മനുഷ്യൻ മരുഭൂമിയിലേക്ക് ഓടിപ്പോകുമായിരുന്നു എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രയും ഭീകരമായ മരണം. ആ മരണത്തെ ആരെങ്കിലും ആഗ്രഹിക്കുമോ? ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആരാണ് മരണത്തെ ആഗ്രഹിക്കുക? മനുഷ്യനൊരിക്കലും മരണത്തെ ആഗ്രഹിക്കൂല. അൽ മൗതു മിൻ അഅ്ളമിൽ മസായിബ്, ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മുസീബത്ത് മരണമല്ലേ? പിന്നെ എന്താ റസൂലുള്ളാഹി പറയുന്നത്? ലാ തഖൂമുസ്സാ, എന്റെ പ്രിയപ്പെട്ട സഹാബ, ലാ തഖൂമുസ്സാ, ഈ ലോകം അവസാനിക്കൂല. ഹത്താ യമുറർ റജുലു ബിഖബരി റജുലി ഫയഖൂൽ യാ ലൈതനി കുൻതു മക്കാനാ. ഖബറിന്റെ ഏതോ കാലം മരിച്ചു മണ്ണായി പോയ മനുഷ്യന്റെ ഖബറിന്റെ അരികിലൂടെ നടന്നു പോകുമ്പോ യാ ലൈതനി കുൻതു മക്കാനാ, പടച്ച റബ്ബേ, ഞാൻ ഈ മനുഷ്യന്റെ സ്ഥാനത്ത് എന്നോ മരിച്ചു മണ്ണായി പോയവനായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലാ എന്ന് മുഅ്മിനായ മനുഷ്യൻ പറയുന്ന കാലം വരുന്നത് വരെ ലാ തഖൂമുസ്സാ. അപ്പൊ പിന്നെ ഇത് ഏത് കാല? സാധാരണഗതിയിൽ ഒരു മനുഷ്യനും മരണത്തെ ആഗ്രഹിക്കില്ല. പിന്നെ റസൂലുള്ളാഹി പറയുന്ന കാലം ഏതാണ്? എന്നിട്ട് ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു പറയുന്നു,
ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിലെ, ഏതൊരു മനുഷ്യന്റെയും ജീവിതത്തിലെ ഏറ്റവും വലിയ മുസീബത്ത് മരണമാണെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഈ കാലമുണ്ടല്ലോ, അള്ളാഹുവിന്റെ റസൂല് സൂചിപ്പിക്കുന്ന ഈ കാലമുണ്ടല്ലോ, ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ മരണത്തെക്കാൾ വലിയൊരു മുസീബത്തിന് അവർ ഭയപ്പെടുന്നുണ്ട്. അങ്ങനാണല്ലോ, രണ്ട് മുസീബത്തുണ്ട്, രണ്ട് ദുരന്തങ്ങളുണ്ട്. രണ്ടിൽ ഒന്ന് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും ഉറപ്പാ. ഇത് വലിയ മുസീബത്താണ്, മറ്റേത് അതിനെ അപേക്ഷിച്ചിട്ട് ചെറിയ മുസീബത്താണ്. രണ്ടും വലുതാണെങ്കിലും ഒന്ന് അതിനേക്കാൾ വലിയ ഭീകരമാണ്. അപ്പൊ ഈ വലിയതിലേക്ക് ചേർത്തി നോക്കുമ്പോ ഈ മനുഷ്യൻ രണ്ടാലൊന്ന് സംഭവിക്കുമെങ്കിൽ ഈ ചെറിയ മുസീബത്ത് എന്റെ ജീവിതത്തിൽ വന്നാൽ മതിയായിരുന്നേനെ. അള്ളാഹുവിന്റെ റസൂല് സൂചിപ്പിക്കുന്ന ഈ കാലം, ലോകത്ത് വരാനിരിക്കുന്ന കാലം, ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, ആ കാലത്ത് ജീവിക്കുന്ന മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ സാധാരണ ഏറ്റവും വലിയ മുസീബത്ത് മരണമാണെങ്കിലും ആ കാലഘട്ടത്തിൽ മരണത്തെക്കാൾ വലിയ ഒരു മുസീബത്ത് വരാനുണ്ട്. തന്റെ ജീവിതത്തിൽ മരണത്തെക്കാൾ വലിയൊരു മുസീബത്ത് വന്ന് ഭവിക്കുമോ എന്ന് മുഅ്മിനീങ്ങൾ ഭയപ്പെടുമ്പോഴാണ് മരിച്ചുപോയാ മതിയായിരുന്നല്ലോ, ഏതോ കാലത്ത് മരിച്ചാ മതിയായിരുന്നു. ഈ മനുഷ്യനൊക്കെ മരിച്ചുപോയതുപോലെ യാ ലൈതനീ കുൻതു മകാനാ, ഇയാളെ സ്ഥാനത്ത് ഞാനായാ മതിയായിരുന്നു, എന്നാൽ ഈ വലിയ മുസീബത്ത് എന്നിൽ വന്ന് പതിക്കില്ലായിരുന്നല്ലോ. അപ്പൊ മരണത്തെക്കാളും വലിയ ഏതൊരു മുസീബത്ത് തന്റെ ജീവിതത്തിലേക്ക് വന്ന് വീഴുമോ എന്ന് ഭയപ്പെടുന്ന തരിമ്പെങ്കിലും ഈമാനിന്റെ അംശം ഹൃദയത്തിലുള്ള മുഅ്മിനായ മനുഷ്യന്റെ രോദനമാണ് പറഞ്ഞത്. ഏതാണ് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ പറഞ്ഞ ഭീകരമായ മരണത്തെക്കാൾ 1000 തവണ മൂർച്ചയുള്ള വാളുകൊണ്ട് ശരീരത്തെ വെട്ടിപ്പരിക്കേൽപ്പിക്കുന്നതിനേക്കാൾ ഭീകരമാണ് മരണമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു തന്റെ മകനോട് മരണത്തിന്റെ സക്കറാത്തിന്റെ വേദനയെ വിശദീകരിച്ചു കൊടുത്തല്ലോ. യാ ബുനയ്യ കാന ഹുസ്ന ശൗകിൻ യുജ്റബു മിൻ ഖദമി ഇലാ ഹമ്മത്തി, സക്കറാത്തിന്റെ വേദനയെ തരണം ചെയ്തുകൊണ്ടിരിക്കുന്ന മഹാനായ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു തന്റെ മകനോട് പറയുകയാണ്, നിന്റെ പിതാവാകുന്ന ഞാൻ. ആരാ പറയുന്നത്? റസൂലുള്ളാഹിന്റെ സഹാബികളിൽപ്പെട്ട പ്രമുഖനായ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്. പൊന്നുമോനെ, ഉപ്പ ഇപ്പോ അനുഭവിക്കുന്ന വേദന എന്തെന്നറിയുമോ? കഅന്ന ഹുസ്ന ശൗകിൻ യുജ്റബു മിൻ ഖദമി ഇലാ ഹമ്മത്തി, നിറയെ മുള്ളുകളുള്ള ഒരു കമ്പ് എന്റെ ശരീരത്തിന്റെ കാൽപാദം മുതല് എന്റെ ശരീരത്തിന്റെ മാംസളങ്ങളായ ഭാഗങ്ങളിലൂടെ നിറയെ മുള്ളുകളുള്ള ഒരു കമ്പ് ഇങ്ങനെ വലിച്ചേക്കുമ്പോ അതിങ്ങനെ ശരീരത്തിലെ നാഡീഞരമ്പുകൾ മുഴുവനും മുറിച്ചിട്ട് മാംസങ്ങൾ മുഴുവനും മറുത്ത് മാറ്റിയിട്ട് ഇലാഹമ്മത്തി, എന്റെ മൂർധാവ് വരെ വലിച്ചേക്കുമ്പോ കാൽപാദം മുതൽ മൂർധാവ് വരെ അങ്ങേയറ്റത്തെ മൂർച്ചയുള്ള ഒരു കമ്പ് ശരീരത്തിലൂടെ വലിച്ചേക്കുമ്പോ രക്തവും മാംസവും കീറിപ്പറഞ്ഞു പോകുമ്പോ ഒരു മനുഷ്യൻ അനുഭവപ്പെടുന്ന വേദന എത്രമാത്രം വലുതാണോ അതിനേക്കാളും വലിയ വേദനയാണ് ഞാൻ അനുഭവിക്കുന്നത്. കഅന്നീ അതനഫസു മിൻ സമി ഇബ്റാ, നിന്റെ ഉപ്പയിപ്പ അനുഭവിക്കുന്ന വേദന എന്തെന്നറിയുമോ? ഒരു മനുഷ്യന് ശ്വാസോച്ഛ്വാസം നടത്താൻ സൂചിയിൽ നൂല് നോൽക്കുന്ന ദ്വാരം കണ്ടിട്ടുണ്ടോ? ആ ചെറിയ ദ്വാരമല്ലാതെ ശ്വസന പ്രക്രിയ നടത്താൻ, ഓക്സിജനെ വലിച്ചെടുക്കാൻ മറ്റൊരു വഴിയുമില്ലാതെയാകുമ്പോ ഒരു മനുഷ്യൻ അനുഭവപ്പെടുന്ന ശ്വാസതടസ്സം എത്ര വലുതാണോ? സൂചിദ്വാരത്തിലൂടെ ശ്വാസോച്ഛ്വാസം നടത്തുന്നത് പോലെ എനിക്ക് ശ്വാസതടസ്സം അനുഭവപ്പെടുന്നുവെന്ന് അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു, ആ മരണത്തെക്കാളും ആ ഭീകരമായ സക്കറാത്തിനേക്കാളും ഏറ്റവും വലിയ മുസീബത്ത് ഏതെന്നറിയുമോ? മഹാനായ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഖൽബിലുള്ള ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്നതാണ്.
ഈമാൻ നഷ്ടപ്പെട്ടു പോകാനുള്ള വാതിലുകൾ പല ഭാഗങ്ങളിലായി തുറക്കപ്പെടുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, യുസ്ബിഹു മുഅ്മിനൻ വയുംസി കാഫിറാ വയുംസി മുഅ്മിനൻ വയുസ്ബിഹു കാഫിറാ. പ്രഭാതത്തിൽ മുഅ്മിനായവൾ കോളേജിലേക്ക് പോയപ്പോ, പുറത്തേക്ക് പോയപ്പം വൈകുന്നേരം തിരിച്ചു വരുന്നത് ഈമാൻ നഷ്ടപ്പെട്ടിട്ടാണ്. അറേബ്യൻ മണലാരണ്യത്തിൽ തപ്തമായ അന്തരീക്ഷത്തിൽ പറവകൾ പോലും പാറിപ്പറക്കാൻ മടിക്കുമാറ് അതിഭീകരമായ വെയിലേറ്റുകൊണ്ട്, കൊടിയ തണുപ്പേറ്റുകൊണ്ട് നാട്ടിലുള്ള മക്കളുടെ വിശപ്പ് മാറാൻ, അവർക്ക് വീടൊരുക്കാൻ, അവർക്ക് ഉടുപ്പ് വാങ്ങാൻ കഷ്ടപ്പെട്ട പ്രവാസ ജീവിതത്തില് തന്റെ ജീവിതത്തിന്റെ ആരോഗ്യത്തിന്റെ കാലഘട്ടം മുഴുവനും ഒരു മെഴുകുതിരി പോലെ ഉരുകി തീർത്തിട്ട് നാട്ടിലുള്ള മക്കളെ വളർത്തിയ ഉപ്പമാര് ഒരു വേള കേൾക്കുന്നത് സ്വന്തം വിശുദ്ധമായ ഇസ്ലാമിന്റെ ഇതിവൃത്തത്തിൽ നിന്ന് പുറത്തു പോകുന്ന മക്കളെ കുറിച്ചാണ്. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഡൊണേഷൻ നൽകിയിട്ട് നാട്ടിലെ ഏറ്റവും വലിയ ക്യാമ്പസിലേക്ക് പഠിക്കാൻ വേണ്ടി പറഞ്ഞയച്ച മക്കള് അവസാനം അല്ലാഹുവിനെ തള്ളിപ്പറയുന്നവരായി, ഈമാൻ നഷ്ടപ്പെട്ടവരായി, എക്സ് മുസ്ലിംസ് എന്ന മേൽവിലാസത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ വീരവാദം മുഴക്കി അഭിമാനപൂർവ്വം ഞാൻ മതത്തിന്റെ മാറാപ്പുകൾ വലിച്ചെറിഞ്ഞെന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന ഭീകരമായ കാഴ്ചകൾ കേൾക്കേണ്ടി വരുമ്പോ, ഇവിടെ നിന്നും ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന ചുറ്റുപാടുകൾ വരുമ്പോ, ഒരു കാലഘട്ടത്തിൽ ഈമാൻ സംരക്ഷിച്ചു നിർത്താൻ കഴിയാത്ത അത്രയും രിദ്ദത്തിന്റെ വാതിലുകള് സർപ്പം പണം വിടർത്തിയാടുന്നത് പോലെ മുഅ്മിനിന്റെ മുന്നിൽ ഭീകരാവസ്ഥ സൃഷ്ടിക്കുമ്പോഴാണ് തരുമ്പെങ്കിലും ഈമാനുള്ള മനുഷ്യൻ പറയുന്നത്, യാ ലൈതനീ കുൻതു മക്കാനാ. അല്ലാഹുവേ, പടച്ച റബ്ബേ, എന്റെ കൽബിൽ നീ തന്ന ഈമാൻ അതെന്റെ പവർ കൊണ്ടല്ല. അല്ലാഹുവേ, എന്റെ ഉപ്പ മുഅ്മിനായപ്പോ, നമ്മുടെ ഉമ്മ മുഅ്മിനായപ്പോ, പ്രിയപ്പെട്ടവരെ, ഈമാൻ ലഭിച്ചവരല്ലേ നമ്മള്. ഒരധ്വാനവും ഇല്ലാതെ ഈമാൻ കിട്ടിയവരല്ലേ നമ്മള്. നമുക്ക് സമ്പത്ത് കുറഞ്ഞു പോയാലെന്താ, നമുക്ക് ആരോഗ്യം കുറഞ്ഞു പോയാലെന്താ, നമ്മുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ ഉണ്ടായാലെന്താ, എന്തൊക്കെ ദുരിതങ്ങളും പ്രയാസങ്ങളും ഉണ്ടായാലെന്താ, അല്ലാഹുവിൽ വിശ്വാസമില്ലാത്ത കൽബോടുകൂടെ ഈ ലോകത്തേക്ക് കടന്നു വരേണ്ട അവസ്ഥ റബ്ബ് നമുക്ക് തന്നിട്ടില്ല. ഈ ലോകത്ത് ഏറ്റവും മൂല്യമുള്ളത് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്നുള്ളത് അനന്ത നീലിമയാർന്ന ഈ ആകാശത്തെയും അതിന് ചാരുത പകരുന്ന താരപഥങ്ങളെയും ആർത്തലക്കുന്ന സപ്തസാഗരങ്ങളെയും കളകളാരവം മുഴക്കി ഒഴുകുന്ന നദീതടങ്ങളെയും കളകൂചനം നടത്തുന്ന പക്ഷിപ്പറവകളെയും ഹരിതാപമായി പ്രകൃതിയെയും മനുഷ്യനെയും മനുഷ്യേതര ജന്തുജാലങ്ങളെയും ഈ സൃഷ്ടിപ്രപഞ്ചത്തെ അഖിലം പടച്ചു പരിപാലിക്കുന്നവൻ ഏകനായ അല്ലാഹുവാണ്. ലോകത്തിന്റെ നായകൻ 6-ാം നൂറ്റാണ്ടിന്റെ ഘനാന്തകാരത്തെ കീറിമുറിച്ച് ഒരു ജ്യോതിർഗോളം പോലെ ആമിന അബ്ദുള്ള ദമ്പതികളുടെ പുത്രനായി മക്കയിൽ ഉദയം ചെയ്ത പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പ്രവാചകരാണെന്ന ഈ ലോകത്തിന്റെ അടിസ്ഥാനപരമായ സത്യത്തെ ഹൃദയത്തിലേറ്റാൻ ഭാഗ്യം ലഭിച്ചവരല്ലേ നമ്മള്. ഹൃദയം കൊണ്ട് ഉൾക്കൊള്ളാൻ ഭാഗ്യം ലഭിച്ചവരല്ലേ നമ്മള്. ആ ഈമാനിന്റെ വെളിച്ചം നഷ്ടപ്പെട്ടു പോകുന്നതാണ്, ആ ഈമാനിന്റെ വളക്കണഞ്ഞു പോകുന്നതാണ് മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം. ആ ദുരന്തം സംഭവിക്കാനുള്ള വഴികൾ എളുപ്പമാകുമ്പോൾ, അതിനുള്ള സാഹചര്യങ്ങൾ സജീവമാകുമ്പോൾ, മതനിരാസ പ്രത്യയ ശാസ്ത്രങ്ങൾ തലങ്ങും വിലങ്ങും ഔദ്യോഗികമായ ഭാവങ്ങൾ സ്വീകരിക്കുമ്പോൾ, സോഷ്യൽ മീഡിയകളിൽ മുഴുവനും മതനിരാസ പ്രത്യയ ശാസ്ത്രങ്ങളുടെ വിദണ്ഡവാദങ്ങൾ പുതിയ തലമുറയെ ആകർഷിക്കുമ്പോൾ, മതബോധം ലഭിക്കാത്തവർ, വേണ്ട രീതിയിലുള്ള മതവിദ്യാഭ്യാസം ലഭിക്കാത്തവർ, വീട് വെക്കാൻ തിരക്ക് കൂട്ടിയപ്പോ, വാഹനം വാങ്ങാൻ കഷ്ടപ്പെട്ടപ്പോ, നല്ല ഭക്ഷണം കൊടുക്കാൻ പാടുപെട്ടപ്പോ, മക്കളുടെ കൽബിന്റെ ഉള്ളിലേക്ക് ഉറപ്പുള്ള ഈമാൻ പകർന്നു കൊടുക്കാൻ മറന്നുപോയ നമ്മളാണ് അവസാനം ആ മക്കൾ ഈമാനിന്റെ പരിധി വിട്ട് ഇസ്ലാമിന്റെ ഇതിവൃത്തത്തിന്റെ പുറത്തേക്ക് കടന്നു പോകുമ്പോ വിരല് കടിക്കേണ്ടി വരുന്നത്. ആ ഒരു കാലഘട്ടത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂല് പറയുന്നത്, ഒരു മുഅ്മിനായ മനുഷ്യൻ ഈമാൻ നഷ്ടപ്പെടുമോ എന്ന ഭയം കാരണത്താൽ പടച്ച റബ്ബേ യാ ലൈതനീ കുൻതു മക്കാനാ,
എന്നോ മരിച്ചുപോയവനായിരുന്നെങ്കിൽ ഈ കാലത്ത് ജീവിക്കേണ്ടി വരുമായിരുന്നില്ലല്ലോ. അള്ളാഹു നമ്മുടെ ഈമാനിനെ കാത്തുരക്ഷിക്കട്ടെ. അതിന്റെ വിശദീകരണങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. അത്ര ഭയാനകമായ സാഹചര്യം. ഈ സാഹചര്യത്തിലെ ഏറ്റവും വലിയ സാഹസികത ഈമാനിന് ഇളക്കമില്ലാതെ, ഒരു പ്രതിസന്ധിയിലും ഒരു കാറ്റിലും കൊളിലും കെട്ടുപോകാതെ മൗത്ത് വരെ ഈമാനിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ കുടുംബത്തിൽ ഈമാൻ ഉണ്ടാകണം, നമ്മുടെ മക്കളിൽ ഈമാൻ ഉണ്ടാകണം. ആ ഈമാൻ അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. നമ്മൾ പറഞ്ഞതും കേട്ടതും അള്ളാഹു സ്വാലിഹായ സൽക്കർമ്മമായി നമ്മൾ ഇന്ന് സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരോട് ലിബറലിസവും യുക്തിവാദ ചിന്തയും ഒക്കെ വ്യത്യസ്തങ്ങളായ നിറപ്പകിട്ടാർന്ന പുതിയ തലമുറയെ ആകർഷിക്കുന്ന രീതിയിൽ പല ഭാഗങ്ങളിൽ സജീവമാക്കുമ്പോൾ അടിസ്ഥാനപരമായി ഈമാൻ നമ്മുടെ പുതിയ തലമുറക്ക് നമുക്ക് ഉറപ്പിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അതിനുള്ള ഏക വഴി ഒന്ന് മദ്രസയാണ്. മദ്രസ പലപ്പോഴും ഒരു വഴിപാട് പോലെ ആർക്കോ വേണ്ടി നടത്തുന്ന സംവിധാനങ്ങളായി മാറി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ട്യൂഷന്റെ പേരിലോ സ്കൂളിന്റെ പേരിലോ മറ്റു പലതിൻ്റെ പേരിലോ പ്രാഥമികമായ വിദ്യാഭ്യാസം പോലും, അടിസ്ഥാനപരമായി ഈമാൻ ഉറക്കാനുള്ള ബോധം പോലും നമ്മുടെ മദ്രസയിലേക്ക് നമ്മുടെ വിദ്യാർത്ഥികളെ പറഞ്ഞേക്കുന്നതിനൊക്കെ നമ്മളെ വീഴ്ച വരുത്തുന്നവരാണ്. അതുകൊണ്ട് ഒക്കെ നഷ്ടപ്പെട്ടാലും ഈമാൻ ഉണ്ടെങ്കിൽ അവർ വിജയിക്കും. എന്തുണ്ടായാലും ഈമാനില്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. അള്ളാഹു നമ്മുടെയും നമ്മുടെ അഹിലുകാരുടെയും ഈമാനിനെ അള്ളാഹു നിലനിർത്തി തെരുമാറാകട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ പറഞ്ഞതും കേട്ടതും അള്ളാഹു സ്വാലിഹായ സൽക്കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്തു തരുമാറാകട്ടെ. നമ്മുടെ ഈ മജ്ലിസുൻ നൂർ വാർഷികമാണല്ലോ അല്ലെ, 10ാമത്തെ വാർഷികമാണ്. മുടങ്ങാതെ പലരുടെയും പിന്തുണയോടുകൂടെ സഹകരണത്തോടുകൂടെ SYSCSKSSF അത് നടത്തി വരാറുണ്ട്. അതിലേക്ക് പല സഹോദരിമാരും ഈ പ്രാവശ്യവും പ്രത്യേകം സംഭാവന നൽകിയിട്ട് ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യണം. അതേപോലെ നമ്മുടെ ഈ മജ്ലിസുൻ നൂറിൽ, ഈ മജ്ലിസിൽ ഒരു കൂട്ടം സഹോദരിമാർ കാപ്പിയും ബിസ്ക്കറ്റും ഒക്കെ നൽകിയിട്ടുണ്ട്. അതേപോലെ അവരൊക്കെ നമ്മുടെ നാട്ടിലുള്ള ദീനീ സംരംഭങ്ങളിലൊക്കെ സജീവമായി സഹായിക്കുന്നവരും സഹകരിക്കുന്നവരുമാണ്. ആ സഹോദരിമാർ ഈ മഹത്തായ ഇൽമിൻ്റെ മജ്ലിസിൽ ഒരു പാനീയവും ഭക്ഷണവും നൽകിയല്ലോ. അള്ളാഹു അവരിൽ നിന്ന് കബൂലാക്കട്ടെ. അവർക്കൊക്കെ അള്ളാഹു എല്ലാവിധ ഖൈറാത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ കുടുംബത്തിൽ അള്ളാഹു എല്ലാവിധ അനുഗ്രഹങ്ങളും ചൊരിയുമാറാകട്ടെ. അതേപോലെ വ്യത്യസ്തങ്ങളായ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന പലരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെ വേണ്ടി ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. അള്ളാഹു നമ്മളോട് ആരൊക്കെ എവിടെയൊക്കെ വെച്ച് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ടോ അവരുടെയൊക്കെ രോഗങ്ങളും പ്രയാസങ്ങളും ഒക്കെ അള്ളാഹു അറിയുന്നവരാണ്. അവരുടെയൊക്കെ രോഗങ്ങളും പ്രയാസങ്ങളൊക്കെ അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. اللهم اغفر لنا ما سلف من ذنوبنا واعصمنا فيما بقي من أعمالنا توفنا مسلمين والحقنا بالصالحين. അല്ലാഹുവേ, രാജാതിരാജനായ തമ്പുരാനെ, ഞങ്ങളുടെ ഈ മജ്ലിസ് ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ റഹ്മാനെ. ഞങ്ങൾ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ സൽക്കർമ്മമായി നാളെ ഞങ്ങളുടെ ആഖിറത്തിൽ ഉപകരിക്കുന്ന അമലായി, ഖബറിൽ വെളിച്ചമാകുന്ന അമലായി ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ റബ്ബേ. നിയ്യത്തിലോ മറ്റോ വല്ല ന്യൂനതയും വന്നു പോയിട്ടുണ്ടെങ്കിൽ നീ പൊറുക്കണേ റഹ്മാനെ, നീ മാപ്പാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞും മറയാതെയും ഒരുപാട് പാകപ്പിഴവുകൾ വന്നുപോയവരാണ്. നിന്നോടും ജനങ്ങളുടെ ഹക്കിലുമായി ഒരുപാട് ദോഷങ്ങൾ ചെയ്തു പോയവരാണ്. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്തു പോയ സകല ദോഷങ്ങളും നീ ഞങ്ങൾക്ക് പൊറുക്കണേ അല്ലാഹ്. ഈ മജ്ലിസിൽ വെച്ച് ഞങ്ങൾ നിന്നോട് ദുആ ചെയ്തുകൊണ്ട് താണുകേണപേക്ഷിക്കുന്നു റഹ്മാനെ. ഞങ്ങളുടെ ദോഷങ്ങളൊക്കെ പൊറുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ സയ്യിആത്തുകളൊക്കെ മാപ്പാക്കണേ തമ്പുരാനെ. ലൗ ബലഗത്ത് ദുനൂബുക അനാ അസ്സമായി
ثم استغفرتني فقد جئتك بقرابها مغفرة. ഭൂമി നിറയുമാറ് അല്ലെങ്കിൽ ആകാശം നിറയുമാറ് പാപം ചെയ്തിട്ട് പിന്നെ നിങ്ങൾ എൻ്റെ അരികിൽ വന്ന് പൊറുക്കലിനെ തേടിയാൽ ആ ഭൂമി നിറയെ ആകാശം നിറയെ മഗ്ഫിറത്തുമായി നിങ്ങളെ ഞാൻ സമീപിക്കുമെന്ന് പറഞ്ഞ റബ്ബേ, എണ്ണമില്ലാത്ത പാപങ്ങൾക്ക് ഞങ്ങളുടെ മകളായി പോയി റബ്ബേ. അറിഞ്ഞും അറിയാതെയും ഞങ്ങൾ ചെയ്തു പോയ സകല ദോഷങ്ങളും പൊറുക്കണേ റഹ്മാനെ. ഞങ്ങളുടെ കൽബിലുള്ള പാപക്കറകളൊക്കെ നീക്കം ചെയ്യണേ റഹ്മാനെ. കൽബിനെ നീ വെളിച്ചം തരണേ റഹ്മാനെ. ഹൃദയത്തിന്റെ വിശുദ്ധി നീ നിലനിർത്തി തരണേ തമ്പുരാനെ. ആയുസ്സിൽ ബാക്കിയുള്ള കാലമത്രയും നിന്റെ തൃപ്തിയിലായി ത്വാഅത്തിലായി ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. തൗഫീഖ് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ വേണ്ടപ്പെട്ട പലരും, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പമാര്, ഞങ്ങളുടെ ഉമ്മമാര്, ഞങ്ങളുടെ സഹോദരങ്ങള്, ഞങ്ങളുടെ ഉസ്താദുമാര്, ഞങ്ങളുടെ വല്യപ്പ വല്യമ്മമാര്, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഞങ്ങൾ സ്നേഹിച്ച പലരും അല്ലാഹുവേ, പലരുടെ മുഖങ്ങൾ ഞങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നു. അവരൊന്നും ഞങ്ങളുടെ കൂടെ ഇല്ലല്ലോ റഹ്മാനെ. അവരൊക്കെ അവർക്കുള്ള ഖബറുകളിലാണ്. ബർസഖിയായ ലോകത്ത് അവരുടെ അവസ്ഥ എന്താണെന്നും ഞങ്ങൾക്കറിയില്ല റബ്ബേ. അവരുടെ ഖബർ ജീവിതത്തിൽ ഏതെങ്കിലും വിധേന അവർ പ്രയാസത്തിലാണെങ്കിൽ ഈ മജ്ലിസിന്റെ ഹക്ക് കൊണ്ട്, ആദരവായ റസൂലുള്ളാഹിന്റെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് അവരോട് നീ റഉഫത്തും റഹ്മത്തും ചെയ്യണേ തമ്പുരാനെ. ഖബർ വെളിച്ചമാക്കി കൊടുക്കണേ റബ്ബേ. സ്വർഗീയമായ കവാടങ്ങൾ തുറന്നു കൊടുക്കണേ റഹ്മാനെ. ജന്നാത്തുൻ നഈമിൽ അവരെയും ഞങ്ങളെയും ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. അവരുടെ രോഗങ്ങളും പ്രയാസങ്ങളും ഒക്കെ മാറ്റിക്കൊടുക്കണേ റബ്ബേ. മാതാപിതാക്കളുടെ പൊരുത്തം ലഭിക്കുന്ന മക്കളാക്കി ഞങ്ങളെ മാറ്റണേ റബ്ബേ. അവർക്ക് ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബങ്ങളിലൊക്കെ നീ വലിയ ഖൈർ നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ വീട്ടിൽ ഖൈർ നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ ജീവിതത്തിൽ ഖൈർ നൽകണേ തമ്പുരാനെ. നിന്റെ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. ഞങ്ങളുടെ ഉപജീവന മാർഗങ്ങളെല്ലാം ഹലാലിൽ പൂർണ്ണമായതും നിന്റെ പ്രത്യേകമായ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതുമാക്കണേ റബ്ബേ. ഹറാമിൽ നിന്ന് ഞങ്ങളെ അകറ്റി നിർത്തണേ തമ്പുരാനെ. ഹലാലായ ഭക്ഷണവും ഹലാലായ പാർപ്പിടവും ഹലാലായ സമ്പാദ്യങ്ങളും നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ സംതൃപ്തിയും സമാധാനവും സൗഖ്യവും നൽകണേ റഹ്മാനെ. കുടുംബബന്ധം ചേർക്കുന്നവരിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങൾക്കിടയിലുള്ള പിണക്കങ്ങളും പ്രശ്നങ്ങളും പരിഹരിച്ചിരണേ റഹ്മാനെ. നീ ഇഷ്ടപ്പെട്ട സച്ചരിതരായ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെയും ഞങ്ങളുടെ അഹിലുകാരെയും പെടുത്തണേ റബ്ബേ. റബ്ബേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കള്, അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. ദുനിയാവിലെ ഏറ്റവും വലിയ സന്തോഷങ്ങൾ ഞങ്ങളുടെ മക്കളാണ്. രോഗങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അവരെ കാക്കണേ അല്ലാഹ്. നല്ല അഖലും ഫഹ്മും ഈമാനും നൽകണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾ ജന്മം നൽകിയ ഞങ്ങളുടെ മക്കള് ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന, ദീനിൽ നിന്ന് അകന്നു പോകുന്ന അവസ്ഥ നൽകല്ലേ അല്ലാഹ്. അവരുടെ കൽബിനെ നിന്റെ ഈമാൻ കൊണ്ട് തിളക്കമുള്ളതാക്കണേ റബ്ബേ. മതബോധമുള്ള മക്കളാക്കണേ റബ്ബേ. ആഖിറത്തിൽ നന്മയുടെ കരങ്ങൾ പിടിക്കുന്നവരാക്കണേ റബ്ബേ. ഞങ്ങളെ സ്വർഗത്തിലേക്ക് കൂട്ടുന്നവരാക്കണേ റബ്ബേ. മക്കള് വഴിവേച്ചു പോകുന്ന അവസ്ഥയെ തൊട്ട് കാക്കണേ റബ്ബേ. അതിനുള്ള സാഹചര്യങ്ങൾ അധികരിച്ച കാലത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ആ തെറ്റുകളിൽ നിന്നും ആ തിന്മയുടെ വഴികളിൽ നിന്നും നിന്റെ ഹഫലത്തിന്റെ മലായിക്കത്തിന്റെ ഹിഫ്ളും ഹിമായത്തും ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങൾക്കും നൽകണേ റബ്ബേ. വർഷങ്ങളോളം ദാമ്പത്യ ജീവിതം പിന്നിട്ടിട്ടും പടച്ച റബ്ബേ, ഇതുവരെ സന്താന സൗഭാഗ്യമില്ലാത്ത പലരും ഞങ്ങളോട് പലപ്പോഴും ദുആ ചെയ്യാൻ പറയാറുണ്ട്. അവർക്കൊക്കെ കൺകുളിർമയാകുന്ന മക്കളെ നൽകണേ അല്ലാഹ്. ജോലിയില്ലാത്തവരുണ്ട്, ഖൈറായ ജോലി നൽകണേ അല്ലാഹ്. രോഗങ്ങൾ, വ്യത്യസ്തങ്ങളായ രോഗങ്ങൾ, കാലങ്ങളായി ഹോസ്പിറ്റലിൽ കഴിയുന്നവർ, ഇപ്പോഴും രോഗമെന്താണെന്ന് ഡോക്ടർമാർക്ക് കൃത്യമായി നിർവചിക്കാൻ കഴിയാത്തവർ, ലക്ഷങ്ങൾ മുടക്കിയിട്ടും ഇപ്പോഴും ശിഫയാകാത്തവര്, മക്കളുടെ രോഗം കൊണ്ട് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ, ആ മാതാപിതാക്കൾക്ക് സഹിക്കാനുള്ള ക്ഷമയുടെ ശേഷി നൽകണേ അല്ലാഹ്. സഹനം നൽകണേ അല്ലാഹ്. അവരുടെ മക്കളുടെ രോഗം ശിഫയാക്കി കൊടുക്കണേ റബ്ബേ. എളുപ്പത്തിലുള്ള ശിഫ നൽകണേ റബ്ബേ. ക്യാൻസർ പോലെ മാരകമായ രോഗം ബാധിച്ച് മാനസികമായും സാമ്പത്തികമായും കുടുംബം മുഴുവനും തളർന്ന് തകർന്നു പോയവരുണ്ട്.
അല്ലാഹുവേ ഹിമ്മത്ത് നൽകണേ അല്ലാ, എളുപ്പത്തിലുള്ള ശിഫ നൽകണേ അല്ലാ. മാരകമായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ റബ്ബേ. ഞങ്ങൾ ഈമാൻ കുറഞ്ഞവരാണ്, ഞങ്ങളുടെ ഈമാൻ ബലഹീനമാണ്. ഞങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത പരീക്ഷണങ്ങൾക്ക് ഞങ്ങളെ വിധേയരാക്കല്ലേ റബ്ബേ. ആരൊക്കെ ഈ മജ്‌ലിസിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ടോ അവർക്കൊക്കെ ഖൈർ നൽകണേ അല്ലാ. അല്ലാഹുവേ, ഏതാനും സഹോദരിമാര് അവർ ഈ മജ്‌ലിസിൽ കാപ്പി നൽകി, ബിസ്ക്കറ്റ് നൽകി, നിന്റെ ദീനിനോട് അവർ കാണിച്ച പ്രതിബദ്ധതയാണ്. അവരെ നീ ഏറ്റെടുക്കണേ റബ്ബേ. അവരുടെ കുടുംബത്തിൽ ഖൈർ നൽകണേ റബ്ബേ. അവരുടെ ഭർത്താക്കന്മാര്, മക്കള്, മാതാപിതാക്കള് എല്ലാം സന്തോഷത്തിലും റാഹത്തിലും ആക്കണേ റബ്ബേ. ഇവിടെ ഒരുമിച്ച് കൂടിയ ഒരാണിനെയും പെണ്ണിനെയും നിന്റെ റഹ്മത്തിനെ തൊട്ടകറ്റി നിർത്തപ്പെടുന്നവരാക്കല്ലേ റബ്ബേ. നീ ചേർത്തി നിർത്തുന്നവരിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ആദരവായ റസൂലുള്ളാഹിനോട് മഹബത്തുള്ളവരാക്കണേ റബ്ബേ. നിന്റെ ദീനിന്റെ ത്വാലിബീങ്ങളും ആഖിറത്തിന്റെ ത്വാലിബീങ്ങളും നിന്റെ ദീനിന്റെ ഖാദിമീങ്ങളും ആക്കണേ റഹ്മാനെ. ഞങ്ങളെ നീ ഏറ്റെടുക്കണേ റബ്ബേ. അവസാനം ഏറ്റവും ഖൈറായ നേരത്ത് നല്ല മരണം ലഭിക്കുന്ന, ഈമാനോടുകൂടെ മരിക്കുന്ന, ആഖിറം രക്ഷപ്പെടുന്ന മുത്തഖീങ്ങളുടെയും സജ്ജനങ്ങളുടെയും കൂട്ടത്തിൽ സാധുക്കളായ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ഞങ്ങളുടെ മക്കളെയും ഉസ്താദുമാരെയും ശിഷ്യന്മാരെയും ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തണേ റബ്ബേ. ഞങ്ങൾ പറഞ്ഞതൊന്നും വെറുതെയാക്കല്ലേ റബ്ബേ. ഞങ്ങൾ ചോദിച്ചതൊന്നും വെറുതെയാക്കല്ലേ റബ്ബേ. ഞങ്ങൾ പാപികളായ കാരണത്താൽ ഞങ്ങൾ ഉയർത്തിയ കരങ്ങളെ തിരസ്കരിക്കല്ലേ തമ്പുരാനെ. ഖായിബായി മടക്കല്ലേ അല്ലാ. സ്വർഗം തരണേ റബ്ബേ. ഞങ്ങൾക്കതിനുള്ള അർഹതയില്ലെങ്കിലും അതിനുള്ള അമലില്ലെങ്കിലും നിന്റെ വിശാലമായ ഖജനാവുണ്ടല്ലോ റബ്ബേ. സാധുക്കളായി ഞങ്ങളെ ചേർക്കണേ റബ്ബേ. സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. അല്ലാഹുവേ, ഇവിടെയുള്ള ഒരാളെയും ജഹന്നമിന്റെ അവകാശികളാക്കല്ലേ അല്ലാ. നരകത്തിന്റെ വറകാക്കല്ലേ അല്ലാ. ആഖിറത്തിൽ പരാജയപ്പെട്ടു പോകുന്നവരാക്കല്ലേ റബ്ബേ. ആഖിറം നഷ്ടപ്പെട്ടു പോകുന്നവരാക്കല്ലേ റബ്ബേ. ഈമാനില്ലാതെ മരിച്ചു പോകുന്നവരാക്കല്ലേ റബ്ബേ. ഉറപ്പുള്ള, തെളിച്ചമുള്ള, ചാഞ്ചാട്ടമില്ലാത്ത ദൃഢതയുള്ള വിശ്വാസത്തിന്റെ കരുത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മജ്‌ലിസ് സ്വീകരിക്കണേ അല്ലാ. അമർത്തനാ ബിദ്വാഇക വവഅദ്തനാ ബിഇജാബതിക വഖദ് ദഅൗനാ കമാ അമർത്തനാ വാജിബ്നാ കമാ വഅദ്തനാ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അല്ലാഹുവേ, എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ച, വീട്ടിൽ കൊണ്ടുപോയി സുഭിക്ഷമായ ഭക്ഷണം നൽകിയ പ്രിയങ്കരനായ ശുഹൈർ, അദ്ദേഹത്തിന്റെ കുടുംബത്തിലും ജീവിതത്തിലും ഖൈർ നൽകണേ അല്ലാ. അവർക്ക് സന്തോഷം നൽകണേ റബ്ബേ. അതുപോലെ ഭക്ഷണം തന്നവര്, ചേർത്തി പിടിച്ചവര്, സ്നേഹം തന്നവര് പലരുമുണ്ട്. അവർക്കൊക്കെ ഖൈറാത്ത് നൽകണേ റഹ്മാനെ. ഈ മജ്‌ലിസ് സംഘടിപ്പിച്ച ചെറുപ്പക്കാര് പലരും പല വഴിക്ക് തെറ്റിപ്പോയപ്പോ, പുതിയ ലോകത്തിന്റെ ആഭാസങ്ങളിലും ആഘോഷങ്ങളിലും മുഴുകിയപ്പോ നിന്റെ ദീന പറയാൻ വേദി കെട്ടിയവര്, അതിനുവേണ്ടി പോസ്റ്റർ ഒട്ടിച്ചവര്, നിന്റെ ദീനിന്റെ കൊടി നാട്ടിയവര്, അതിനുവേണ്ടി ഓടി നടന്നവര്, ഒരാളെയും വെറുതെയാക്കല്ലേ റബ്ബേ. അവർക്ക് നല്ല ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. കുടുംബത്തിലൊക്കെ ഖൈർ നൽകണേ അല്ലാ. അവരിൽ വിവാഹപ്രായമെത്തിയവർക്ക് ഖൈറായ ഇണകളെ നൽകണേ അല്ലാ. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ലാ. അവരുടെയും ഞങ്ങളുടെയൊക്കെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവര്, പ്രത്യേകിച്ച് ഈ മജ്‌ലിസിന്റെ ഒക്കെ തുടക്ക കാലങ്ങളിൽ ഉണ്ടായവര്, ഈ നാട്ടിലെ പള്ളിയിലും അതുപോലെയുള്ള അതിന് വേണ്ടപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം നൽകിയവർ പലരും ഖബറിലാണ്. അവർക്കൊക്കെ വെളിച്ചം നൽകണേ അല്ലാ. ഞങ്ങളുടെ ഈ മജ്‌ലിസിന്റെ മിസ്ല സവാബ് അവരുടെ ഖബറിടത്തിലേക്ക് കൂടെ നൽകണേ അല്ലാ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. എല്ലാവരും പ്രത്യേകം ദുആ ചെയ്യണമെന്ന് വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.